അനുഗ്രഹിക്കപ്പെട്ടവരാണ്, നമ്മൾ സുരക്ഷിതരാണ്. ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും നമ്മളെ മാനിക്കുന്നല്ലോ. എല്ലായിടത്തും ദൈവം നമ്മളെ സാക്ഷിയാക്കുന്നല്ലോ. നമുക്ക് ഒരുമിച്ചിന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് വിശ്വസിക്കുന്നവരെല്ലാം വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റു പറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ പാപിയല്ല, ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവരും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അവകാശമില്ല. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ മഹത്വം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അങ്ങ് ചെയ്യുന്നല്ലോ. എല്ലാ മേഖലയിലും ദൈവം നമ്മളെ സാക്ഷ്യമാക്കി മാറ്റുന്നു. സകലത്തിലും ദൈവം നമ്മളെ സൂക്ഷിക്കുന്ന ദൈവമാണല്ലോ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ വിശ്വസിക്കാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. തുടർമാനമായി നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടു വരുന്നു. മനുഷ്യനെ എങ്ങനെ ബലപ്പെടുത്താം എന്നുള്ളതാണ് നമ്മുടെ ഈ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചു വരുന്നത്. കർത്താവ് നമ്മളെ ഏറ്റവും അനുഗ്രഹമായി തന്നെ ആ ചിന്തകളിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. നമുക്ക് വേഗത്തിൽ പിന്നെയും ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ വചനം നമ്മുടെ വലിയ ജീവിതത്തിൽ എല്ലാ മേഖലയിലും കാര്യങ്ങളെ ചെയ്യുവാൻ ഇടയായിത്തീരും. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് തുറമാനമായിട്ട് ലൂക്കോസ് ലീഹായുടെ സുവിശേഷം കേൾക്കുന്നു. നിങ്ങൾക്ക് സൗണ്ട് ക്ലിയർ ആണോ? ഓഡിയോ ക്ലിയർ ആണോ? ആമേൻ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവിന്റെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. വലിയ പ്രവർത്തികളാൽ സ്വർഗം നമ്മളെ നിറയ്ക്കുന്നല്ലോ. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നല്ലോ. നമുക്ക് ദൈവസന്നിധിയിൽ നന്ദിയോടെ സ്തുതിക്കാം. നന്ദിയോടെ കർത്താവിനെ ഇന്ന് വാഴ്ത്താം. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. നമുക്ക് വചനത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ സൂക്ഷിക്കുന്നല്ലോ. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. നമുക്ക് ലൂക്കോസ് ലീഹായുടെ സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായത്തിലെ ചില ഭാഗങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്കിന്ന് കേൾക്കാം. ലൂക്കോസ് ലീഹായുടെ സുവിശേഷത്തിൻ്റെ അകത്ത് അതിലെ നമുക്ക് പരിചിതമായ വാക്യമാണ് നമ്മൾ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ട് വരുന്നതാണ്. എങ്കിലും അതിലെ ചില ഭാഗങ്ങൾ നിങ്ങളുടെ മുമ്പിലായിട്ട് അത് കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് ആ വാക്യത്തിലേക്കൊന്ന് പോകാം. അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു, അവിടെ ഒരു ശതാധിപൻ പ്രിയനായവൻ ദീനം പിടിച്ചു കിടക്കുകയായിരുന്നു. ആമേൻ. ഇവിടെ നോക്കിക്കുക, ഒരു ശതാധിപൻ അവന്റെ പ്രിയനായവൻ ദീനം പിടിച്ചു മരിപ്പാറായി കിടക്കുകയായിരുന്നു. അവൻ യേശുവിന്റെ വസ്തുത കേട്ടു. നമ്മൾ ഈ ശതാധിപന്റെ വാക്കുകൾ പലതവണ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ? പലതവണ നമ്മൾ ഈ വചനഭാഗം ധ്യാനിച്ചിട്ടുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശതാധിപന്റെ വിശ്വാസത്തെ നമ്മൾ പല ആവർത്തി നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. നമ്മൾ തന്നെ പലതവണ വചനങ്ങൾ ധ്യാനിച്ചിട്ടുണ്ട്. ഇന്ന് ആ വചനത്തിൻ്റെ അകത്ത് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ധ്യാനിക്കുവാൻ എന്ന് ആഗ്രഹിക്കുന്നു. അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ശതാധിപന്റെ പ്രിയനായവൻ ദാസൻ അവൻ എന്ത് ചെയ്തു? അവന് രോഗാവസ്ഥയിലായിരിക്കുന്നു. അവൻ ദീനം പിടിച്ച് മരിപ്പാറായി കിടക്കിയിരിക്കുന്നു. അവിടെ നിങ്ങൾ ആ വാക്ക് നോക്കിക്കേ, മരിക്കാൻ തക്കവണ്ണം രോഗം പിടിച്ച് അവൻ കിടക്കുവാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ അവന്റെ കൂടെ, അല്ലെങ്കിൽ ആ ശതാധിപന്റെ പ്രിയനായ ദാസൻ ദീനം പിടിച്ച് മരിക്കാറായി കിടക്കിരിക്കുന്നു എന്നുള്ള വാർത്ത അവിടെ ഉണ്ടായി. അപ്പൊ നിങ്ങൾ ആ വാക്ക് നോക്കിക്കേ. ആ വചനത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഇങ്ങനെ വ്യക്തമായിട്ട് കാണുന്ന ഒരു വാക്യമാണ്. ഞാൻ ആ വാക്യം വായിച്ചത് ഇംഗ്ലീഷിലേക്ക് വരുന്ന സമയമാണ്, ആൻഡ് റെഡി ടു ഡൈ. അവൻ മരിക്കാൻ അവന്റെ ജീവിതം അവസാന സമയത്ത് അവൻ നിൽക്കുവാണ്.
നമുക്ക് പരിചിതമായൊരു വാക്കല്ലേ, പ്രത്യേകിച്ച് ഈ ഇംഗ്ലീഷിലെ വാക്ക് ഞാൻ നോക്കിയപ്പോൾ റെഡി ടു ഡൈ എന്നുള്ള വാക്ക് കൊടുത്തേക്കുന്നത്. മരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവൻ മരണത്തിലേക്ക് കിടക്കും. ആ സമയത്ത് യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള വാർത്ത ആ മനുഷ്യൻ കേൾക്കുവാൻ ഇടയായി തീർന്നു. When the centurion heard about the Jesus, അവൻ യേശുവിനെ പറ്റി കേൾക്കുവാൻ ഇടയായി തീർന്നു. ഓക്കെ, നിങ്ങൾ ആ വാക്ക് നോക്കിക്കോണേ. അപ്പൊ യേശു ക്രിസ്തുവിനെ പറ്റി ആ ദേശത്ത് വലിയൊരു സംഭാഷണം ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്ന വചന ചിന്ത നിങ്ങളുടെ ഉള്ളത്തിലിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ, അതായത് നിങ്ങൾ ഇത്രയും വർഷമായി കേട്ടിട്ടുള്ള വചനങ്ങൾ, അത് മുഴുവനും അനുഗ്രഹങ്ങളായി കിടക്കുക. ആ അനുഗ്രഹങ്ങൾ എങ്ങനെ പുറത്തെടുക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ വചനത്തിലൂടെ ധ്യാനിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അകത്ത മനുഷ്യനെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കുക. ശ്രദ്ധിച്ചോണേ. നിങ്ങൾ പല വചനങ്ങൾ, ഒത്തിരി പ്രസംഗരുടെ വചനങ്ങളൊക്കെ കേട്ടു. അവരെല്ലാവരും പറയാറുണ്ട്, അല്ലെ, ഇപ്പോഴൊരു അത്ഭുതം, ഇപ്പോഴൊരു വിടുതൽ, ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ഉണ്ടാകുന്നു. എന്നാൽ ചിലർക്കത് നടക്കും, ചിലരുടെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും ഇവിടെ എല്ലാം പ്രവർത്തിക്കുന്നു. ഞാൻ പണ്ടൊരു സാക്ഷ്യം പറഞ്ഞതാണ്. ഒരു ഹോസ്പിറ്റലിൽ കിടന്നൊരു സഹോദരി ക്യാൻസറിന്റെ, അതായത് ഹസ്ബൻഡ് വിദേശത്തായിരുന്നു, മകൻ മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞപ്പോഴേക്കും ഹോസ്പിറ്റലിൽ അവർ കാണിക്കാൻ വേണ്ടി പോയപ്പോൾ, വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു ആൻറ്റി ആയിരുന്നു. ഒരു കുഴപ്പമില്ലാതെ കാണിക്കാൻ വേണ്ടി പോയ സമയത്ത് പിന്നീടാണ് മനസ്സിലായത് അവർ ക്യാൻസറിന്റെ വല്ലാത്തൊരു സ്റ്റേജിലൂടെ കടന്നു പോകായിരുന്നു. അവർ സാധാരണ വേദനയൊക്കെയാന്ന് വിചാരിച്ച് അതും ഇതൊക്കെ മരുന്നൊക്കെ കഴിച്ച് പെയിൻ കില്ലറും ഒക്കെ കഴിച്ച് അങ്ങനെ പോവായിരുന്നു. പക്ഷേ വേദന ഇച്ചിരി രൂക്ഷമായപ്പോഴാണ് മനസ്സിലായത് ക്യാൻസറിന്റെ 4th സ്റ്റേജോ അല്ലെങ്കിൽ 3rd സ്റ്റേജോ എന്തോ ഒരു അവസ്ഥയിലായിരുന്നു അവർ പൊക്കോണ്ടിരുന്നത്. അപ്പൊ ഈ സഹോദരിക്ക് വലിയ വിഷമമായി, മകന് ടെൻഷനായി, ഭർത്താവ് വിദേശത്താണ്, പെട്ടെന്ന് വരാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഡോക്ടർ പറഞ്ഞു വേഗത്തിൽ ചില കാര്യങ്ങൾ ചെയ്യണം, എന്തോ സർജറിയോ മറ്റോ വേഗത്തിൽ ചെയ്യേണ്ടി വരും. അങ്ങനെ അവർക്ക് അത്യാവശ്യം സാമ്പത്തികം ഉള്ളവരായതുകൊണ്ട് നല്ലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് അവർ പോയി. ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ അകത്ത് അവർക്ക് റൂമിൽ ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ സഹോദരി നിരാശപ്പെട്ട് ഇനി ഭർത്താവിനെ കാണാൻ പറ്റുമോ, കാര്യം റിസ്ക് ആണ്, ചിലപ്പം ഈ സർജറിയോടുകൂടെ തിരിച്ചു വരിക എന്നുള്ളത് അസാധ്യം. അപ്പം നിരാശപ്പെട്ട് തകർന്ന് തരിപ്പടമായി, മാനസികമായി തകർന്നു. ഒറ്റ മോനേ ഉള്ളൂ. ആ മോനോട് മുഖാമുഖം നോക്കിയിരിക്കുന്ന സമയത്ത് വല്ലാത്ത വരപ്പാ മുറിയിൽ ടി വി, നമുക്കറിയാം ചില ഹോസ്പിറ്റലിൽ ടി വി ഉണ്ട്, ചില ടി വി ഓണാക്കിയിരിക്കുമായിരുന്നു. അങ്ങനെ ഈ കുറേ കഴിഞ്ഞപ്പോഴേക്കും ഇവർ ഏതോ ഒരു ചാനലിൽ, അതായത് സൂര്യ ടി വിയിലോ മറ്റേതോ ഒരു മോർണിംഗിൽ ഇങ്ങനെ നമുക്കറിയാം ഒത്തിരി ബ്രദർമാർ ഇങ്ങനെ വചനം പറയും, അല്ലേ, ഒത്തിരി ബ്രദർമാരുടെ വചനം കാണാൻ പറ്റും. ഏതോ ഒരു ചാനലില്ല. സൗണ്ട് ക്ലിയർ അല്ലേ? പിന്നെ സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കുന്നു. സൗണ്ട് ക്ലിയർ അല്ലേ? സൗണ്ട് ഓക്കെ? ഇപ്പൊ കേക്കാവോ? ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആണോ? സൗണ്ട് ക്ലിയർ ആണ്. ഇപ്പോഴെങ്ങനെയുണ്ട് സൗണ്ട്? ഇപ്പൊ സൗണ്ട് എങ്ങനെയുണ്ട്? ഓക്കെ. അപ്പൊ ഞാൻ മൈക്ക് മൊത്തം കട്ട് ചെയ്തപ്പോ സൗണ്ട് കിട്ടിയല്ലേ? അപ്പൊ ഇവിടെ നോക്കിയേ നിങ്ങൾ. അപ്പൊ ഈ സഹോദരി എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, ഇവരിങ്ങനെ യാദൃശ്യമായിട്ട് ആ ടി വി വെച്ചിരിക്കുന്നത് കൊണ്ട് എന്തോ ഇങ്ങനെ രാവിലെ മോർണിംഗിൽ ടി വി വർക്കായിക്കൊണ്ടിരിക്കുക. അപ്പൊ പെട്ടെന്ന് ടി വിക്കകത്ത് ഒരു സഹോദരി സാക്ഷ്യം പറയുന്നു, ഇവർക്ക് ഇന്ന ക്യാൻസർ ആയി. ഞാൻ ഓർക്കുന്നില്ല, ഞാൻ 5 വർഷം മുമ്പ് 4 വർഷം മുമ്പ് കേട്ട സാക്ഷ്യമാണ്. അപ്പൊ ആ സഹോദരി സാക്ഷ്യം പറയുന്നു, എനിക്ക് ഇന്ന രോഗം, ഇന്ന ക്യാൻസർ ആയിരുന്നു, പക്ഷെ യേശു എന്നെ അത്ഭുതമാക്കി എന്ന് ഈ പറയുന്ന സാക്ഷ്യമാണ് ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന, സർജറിക്ക് വിധേയപ്പെട്ട് കിടക്കുന്ന, സർജറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഈ സഹോദരി കേൾക്കാൻ ഇടയായി തീർന്നു. ഉടനെ എന്ത് ചെയ്യുമെന്നറിയാവോ? ഈ വ്യക്തി ഇത് കേട്ട ഉടനെ അവിടെ ഇരുന്നുകൊണ്ട് ഒറ്റ പറഞ്ഞു, കർത്താവേ, ആ വ്യക്തിയെ സൗഖ്യമാക്കിയ യേശുവേ, എൻ്റെയും കൂടെ അത്ഭുതമായി സൗഖ്യമാക്കിയാൽ ലോകത്തിൽ എവിടെ വേണമെങ്കിലും ഞാൻ വന്ന് സാക്ഷ്യം പറയാം എന്ന് പറഞ്ഞു. നോക്കിക്കേ, ആ സാക്ഷ്യം കേട്ടോണ്ടിരുന്ന സമയത്ത് ഉള്ളത്തിൽ ഒരു ചോദ്യം ഉണ്ടായി, കർത്താവെ, ആ വ്യക്തിയെ സൗഖ്യമാക്കിയ കർത്താവേ യേശുവേ, എന്നെയും സൗഖ്യമാക്കിയാൽ, നോക്കിക്കേ, ഞാൻ എവിടെ വേണമെങ്കിലും വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു.
ആമേൻ. അപ്പൊ സർജറിക്ക് മുമ്പ് വീണ്ടും ചെക്കപ്പ് ഒക്കെയാണ്. ഡോക്ടർ വന്നു, ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർക്ക് എന്തോ ഒരു സംശയം, കാര്യം ഒത്തിരി വേരിയേഷൻ ശരീരത്തിൽ സംഭവിച്ചു. അങ്ങനെ ആ വേരിയേഷൻ ഭയങ്കരമായ മാറ്റമായതുകൊണ്ട്, അതായത് അവർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് ആയതുകൊണ്ട് ആദ്യമുള്ള ടെസ്റ്റ് വീണ്ടും സർജറി ഒന്ന് ഡിലേ ചെയ്തിട്ട് വീണ്ടും എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തപ്പോഴേക്കും ക്യാൻസറിന്റെ ഒരു അംശം പോലും ഇല്ല എന്ന് സർട്ടിഫൈ ചെയ്ത് ആ സഹോദരി അതേ സ്ഥലത്ത് പോയി സാക്ഷ്യം പറയുവാൻ ഇടയായി തീർന്നു. കണ്ടോ? നിമിഷ നേരങ്ങൾക്കകത്ത് എന്തൊക്കെയോ ശരീരത്തിൽ സംഭവിച്ചു. ഉടനടി ട്രീറ്റ്മെന്റ് വേണം, സർജറി വേണം എന്ന് പറഞ്ഞ് ക്യാൻസർ കൺഫേം ചെയ്ത ശരീരത്തിൽ നിമിഷങ്ങൾക്കകത്തുണ്ടായ മാറ്റം, ഒറ്റ വാക്ക്, ആ വ്യക്തിയെ സൗഖ്യമാക്കിയ യേശുവേ, അങ്ങ് എന്നെയും സൗഖ്യമാക്കിയാൽ ഞാൻ എവിടെ വേണമെങ്കിലും വന്ന് സാക്ഷ്യം പറയാം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്താണ് ഇവിടെ ആളുകളിൽ മാറ്റം? നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം കേട്ടു. ആ ആന്റി പറയാൻ ഇടയായി തീർന്നു, 28 വർഷമായിട്ട് കാലിലുണ്ടായിരുന്ന വളവ് യേശു അത്ഭുതകരമായി മിനിഞ്ഞാന്നത്തെ പ്രാർത്ഥനയിൽ നമ്മൾ കേട്ട രോഗസൗഖ്യ പ്രാർത്ഥനയിൽ ആ സഹോദരിയുടെ കാല് നിവർന്നു വന്നു, കാലിലെ പത്തി നിവർന്നു വന്നു എന്ന് പറഞ്ഞ സാക്ഷ്യം എത്ര പേരത് കേട്ടായിരുന്നു? ഞാനത് റെക്കോർഡിങ് ചെയ്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എത്ര പേരത് കേട്ടു? ഇത് നിസ്സാര കാര്യമാണോ? നിങ്ങൾ പറ, അതൊരു ചെറിയ കാര്യമാണോ? ചെറിയ കാര്യമാണോ അത്? അല്ല. ഞാനത് വല്ലാതെ ചിന്തിക്കുവായിരുന്നു. കാര്യം 28 വർഷമായിട്ട് വളഞ്ഞിരുന്ന കാൽപ്പത്തി ഒരു നിമിഷം കൊണ്ട് യേശു സൗഖ്യമാക്കി. നോക്കിക്കേ, സർജറി ഇല്ല, മരുന്നില്ല, ട്രീറ്റ്മെന്റ് ഇല്ല, ഒന്നും ചെയ്യാതെ ആ സഹോദരി തന്നെ പറഞ്ഞു, ആ കാല് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ നേരെയായി. കണ്ടോ? ഹല്ലേലൂയ. 28 വർഷമായ രോഗബന്ധനമായിരുന്നു അത്, രോഗശക്തിയായിരുന്നു യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറിയത്. ആമേൻ. ഇതേപോലെ ഒരു രോഗാവസ്ഥയിലാണ് ഈ ഒരു മനുഷ്യനും കിടക്കുന്നത്. ആ മനുഷ്യന്റെ രോഗത്തെപ്പറ്റി തന്നെ ബൈബിൾ പറയുന്ന വാക്ക് നോക്കിക്കേ, ആൻഡ് റെഡി ടു ഡൈ. അവൻ മരിക്കത്തക്കവണ്ണം, അതിൻ്റെ അർത്ഥം അവൻ മരണത്തിലേക്ക് പൊക്കോണ്ടിരിക്കുക. ഇതേ ഒരു അവസ്ഥയിലൂടെ പൊക്കോണ്ടിരുന്നപ്പോൾ ഈ ഒരു മനുഷ്യൻ, ശതാധിപൻ, യേശുവിനെ പറ്റി കേട്ടു. when he heard about Jesus, യേശുവിനെ പറ്റി കേട്ടു. കണ്ടോണേ, യേശുവിനെ പറ്റി നമ്മളും ഒക്കെ കേൾക്കാറുണ്ടല്ലേ? നമ്മുടെ അകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി. ഞാൻ ഈ പല ആൾക്കാരും എനിക്കൊന്ന് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പിണക്കം തോന്നാൻ കാരണം എപ്പോഴും ഞാൻ പറയത്തില്ല, നിങ്ങൾ എപ്പോഴും പ്രാർത്ഥനാ വിഷയങ്ങൾ പറയണ്ട. എനിക്ക് തോന്നുന്നത് സമയം കിട്ടുമ്പോഴും തക്കം കിട്ടുമ്പോഴും ഒക്കെ ആൾക്കാർ ആ പറയുന്ന കൂട്ടത്തിൽ പറയും, ബ്രദർ പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്ന് പറയാറുണ്ട്. ശ്രദ്ധിച്ചോണേ, എനിക്കിത് കേൾക്കുന്നത് കൊണ്ട് ദേഷ്യം ഉണ്ടായിട്ടോ നിങ്ങളോട് വൈരാഗ്യമുള്ളത് കൊണ്ടോ നിങ്ങളോട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടോ അല്ല. ശ്രദ്ധിച്ചോണേ, നമ്മുടെ ഉള്ളത്തിൽ വിശ്വാസം പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കത്തുള്ളൂ. നിങ്ങളുടെ അകത്തിരിക്കുന്ന വിശ്വാസത്തിന് മലകളെ നീക്കുവാൻ പറ്റും. നിങ്ങളുടെ അകത്തിരിക്കുന്ന വിശ്വാസത്തിന് മരിച്ച് ജീവനറ്റുപോയ ശരീരത്തെ എണീപ്പിക്കുവാൻ പറ്റും. നിങ്ങളുടെ വിശ്വാസത്തിന് അസാധ്യങ്ങളെ സാധ്യമാക്കാൻ പറ്റും. പക്ഷെ ഇത് വർക്ക് ചെയ്യുന്നില്ലെങ്കിലോ, എത്ര ബ്രദർമാര് പ്രാർത്ഥിച്ചാലും ഒരത്ഭുതവും ഉണ്ടാകത്തില്ല. എത്ര നിങ്ങൾ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പോയാലും നിങ്ങളുടെ അകത്തിരിക്കുന്ന വിശ്വാസം പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പൊ ഇതിനെ പ്രവർത്തിപ്പിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഒത്തിരി ഓടി നടന്നിട്ടും ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ചില കാര്യങ്ങൾ നടക്കാതെ വരുന്നതിന്റെ പിന്നിൽ പല കാരണങ്ങളുണ്ടെങ്കിലും അതിൽ ചില പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഫെയ്ത്ത്, വിശ്വാസം. നോക്കിക്കേ, ഇവിടെ നിങ്ങൾ ആ വാക്യം കാണുമ്പോൾ അറിയാൻ പറ്റും. 3-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചല്ലോ, അതിനകത്ത് ഇങ്ങനെ എഴുതിയേക്കുന്നത് യേശുവിനെ പറ്റി കേട്ടു. ഞാൻ ഹേഡ് എന്നുള്ള വാക്കിന്, കേട്ടു എന്നുള്ള വാക്കിന്റെ ഒരു ഗ്രീക്ക് പദം എടുത്ത സമയത്ത് അതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് ആഴമായി കൊടുത്ത ചില വാക്കുകളാണ്. യേശുവിന്റെ പഠിപ്പീരുകളെ പറ്റി അവൻ മനുഷ്യൻ കേട്ടു. യേശുവിനെ പറ്റി യേശു ഉണ്ടെന്നോ കേട്ടതല്ല, യേശുവിന്റെ ചില പഠിപ്പീരുകൾ, ആ പഠിപ്പീരിന്റെ അകത്തുണ്ടാകുന്ന ചില അത്ഭുതങ്ങൾ, ചില പ്രവൃത്തികളെ പറ്റിയൊക്കെ ഈ മനുഷ്യൻ കേട്ടു. എന്നിട്ട് ഇനി ശ്രദ്ധിച്ചോണേ, ഇത് കേട്ടിട്ട് ഇദ്ദേഹം ഒരു ശതാധിപന, ഒരു അധികാരിയ, 100 പേർക്ക് റോമൻ ഗവൺമെന്റിന്റെ അധികാരിയ, 100 പേർക്ക് അധിപതിയായവനാ.
ഈ മനുഷ്യൻ ചില യഹൂദ കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, യേശുവിന്റെ അടുക്കിലേക്ക് ഒന്ന് പോയി പറയണം, ഒരു രോഗിയുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ഈ വ്യക്തി പറഞ്ഞു വിട്ടു. ഇനി നമ്മളൊരു സാധാരണ പ്രാർത്ഥനയല്ല അവിടെ കാണാൻ വേണ്ടി പോകുന്നത്. നോക്കിക്കേ, പരിചിതമായ വാക്യമാണ്, ഞാൻ വേഗത്തിൽ അങ്ങ് പോകണം, ഒരു വാക്യം മാത്രം എടുക്കാൻ വേണ്ടിയാണ്. അവൻ യേശുവിന്റെ അടുക്കിലേക്ക് താല്പര്യത്തോടെ അപേക്ഷിച്ചു. എന്നിട്ട് താഴെ വാക്യം, യേശു അവരോട് കൂടെ പോയി വീടിനോട് അടുക്കാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരെ അവന്റെ അടുക്കലേക്ക് അയച്ചു. കർത്താവെ, പ്രയാസപ്പെടേണ്ട, എൻ്റെ പെരയ്ക്കകത്ത് വരുവാൻ എൻ്റെ പെരയ്ക്കകത്തേക്ക് വരുവാൻ ഞാൻ യോഗ്യനല്ല, അതുകൊണ്ട് നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനല്ല. എനിക്ക് തോന്നിയിട്ടില്ല, ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരൻ സൗഖ്യം വരും. നോക്കിക്കേ, എൻ്റെ ബാല്യക്കാരൻ സൗഖ്യം വരും. നോക്കിക്കേ, റെഡി ടു ഡൈ എന്ന് പറഞ്ഞ് നിൽക്കുന്ന മനുഷ്യൻ, മരിക്കാൻ റെഡിയായി നിൽക്കുന്ന മനുഷ്യൻ, മരണത്തിലോട്ട് യാത്ര ചെയ്യുന്ന മനുഷ്യന്റെ വീട്ടിൽ നിന്നും ഒരാള് പറയുകയാണ് അവൻ സൗഖ്യം വരും. നമ്മളാണ് എന്നെ പറഞ്ഞത്, യേശുവേ ഒന്ന് വന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ ഒന്നൊന്ന് സൗഖ്യമാക്കണമേ. നമ്മൾ അങ്ങനെയല്ലേ പറയുന്നത്? ആണോ അല്ലയോ? നിങ്ങൾ അങ്ങനെയല്ലേ പറയുന്നത്? യേശുവേ ഒന്ന് വന്നൊന്ന് സൗഖ്യമാക്കണമേ, ഒന്ന് വിടിവിക്കണമേ. ഞാൻ പറയാം, ഇങ്ങനെ നിങ്ങൾ പറയുന്നവരാണെങ്കിൽ നിങ്ങളുടെ അകത്ത് വിശ്വാസം പ്രവർത്തിക്കുന്നില്ല. അയ്യോ ബ്രദറെ, ആര് പറഞ്ഞു? ഞാൻ 15 വർഷമായിട്ട് വിശ്വാസിയാ, 22 വർഷമായിട്ട് വിശ്വാസിയാ, പക്ഷേ നിങ്ങൾ പറയുന്നത് എങ്ങനെയാ? കർത്താവേ എന്നെ സൗഖ്യമാക്കണമേ, എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഈ ബാല്യക്കാരൻ മരിക്കാൻ റെഡി ടു ഡൈ എന്ന് പറയുന്നത്, മരിക്കാൻ തയ്യാറായി കിടക്കും അവൻ, അതിനർത്ഥം മരിക്കും. ഇങ്ങനെ നിൽക്കുന്ന വ്യക്തിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ പറയുകയാണ്, കർത്താവെ നീ പറഞ്ഞാൽ സൗഖ്യം വരും. നോക്കിക്കേ, അങ്ങ് പറഞ്ഞാൽ അവിടെ സൗഖ്യം ഉണ്ടാകുമെന്ന് ശതാധിപന്റെ അകത്തുണ്ടായ ഉറപ്പ്. ഓ ഹല്ലേലൂയ! ശതാധിപന്റെ അകത്തുണ്ടായ ഉറപ്പ് എവിടുന്ന് വന്നു? ശ്രദ്ധിച്ചോണേ, എവിടുന്ന് വന്നു? തൊട്ടു മുകളിലത്തെ വാക്യത്തിൽ പറയുന്നു, യേശുവിനെ പറ്റി കേട്ടു. അപ്പൊ യേശുവിന്റെ വചനം കേൾക്കുമ്പം ആ വചനം നിങ്ങളുടെ അകത്ത് ചില കാര്യങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യും. വചനം നിങ്ങളുടെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമുണ്ടാകുമോ, ദൈവപ്രവൃത്തി ഉണ്ടാകുമോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ, നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഈ എന്താ പറയുക റെഡി ആകണം. നമുക്കറിയാം, നിങ്ങളുടെ വീട്ടിലൊക്കെ ദോശ അപ്പമൊക്കെ ഉണ്ടാക്കുന്നവരല്ലേ, നിങ്ങളുടെ അപ്പത്തിന് വേണ്ടി ദോശയ്ക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ തലേദിവസം കുഴച്ചു വെച്ച മാവ് അത് പുളിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ആ മാവ് പുളിച്ചു വന്നിട്ടുണ്ടോ ഇല്ലെന്ന് എങ്ങനെ അറിയാൻ പറ്റും? തൊട്ട് നോക്കാതെ കാണും. ഇത് പൊങ്ങി വരുമ്പം, അതായത് നമുക്ക് ദോശ ഉണ്ടാക്കണ്ട, അപ്പം ഉണ്ടാക്കണ്ട, അല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാവും. ഇത് പൊങ്ങി വരുന്നത് കാണുമ്പോൾ തന്നെ അറിയാം സംഭവം പുളിച്ചിട്ടുണ്ട്. അങ്ങനെ പൊങ്ങിയില്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയും ഈ സാധനം പുളിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അടുത്തേക്ക് നാളെ ചോദിക്കും, അതെങ്ങനെ മനസ്സിലായി? ദോശ തൊട്ട് നോക്കാതെ, അപ്പം ചുട്ടു നോക്കാതെ എങ്ങനെ മനസ്സിലായി ഇത് പുളിച്ചു പൊങ്ങി വന്നെന്ന്? എന്തുകൊണ്ടെന്നാൽ അത് റെഡിയായി തന്നെ അറിയാൻ പറ്റും, അത് പൊങ്ങി വന്നതുകൊണ്ട്. ഇതേപോലെ നിങ്ങളുടെ അകത്ത് വചനം പ്രവർത്തിക്കുന്നുണ്ടോ? നിങ്ങളുടെ അകത്ത് വിശ്വാസം വന്നിട്ടുണ്ടോ? ദൈവം പ്രവർത്തിക്കുന്നുണ്ടോ? അതോ പിശാച് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടോ? പിശാച് കയറി എന്ന് പറഞ്ഞാൽ അവൻ ലിറ്ററലി കയറുമല്ല, അവൻ്റെ ആശയങ്ങൾ അകത്ത് കയറിയിട്ടുണ്ടോ എന്നറിയുവാൻ നിങ്ങളുടെ അകത്ത് കയറിയ വചനം അതിൻ്റെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന വിശ്വാസത്തിൻ്റെ റിയാക്ഷനുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ വ്യക്തി സാധാരണ പറയേണ്ടത്, കർത്താവെ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ബാല്യക്കാരന് വേണ്ടി പ്രാർത്ഥിച്ച് അവനെ സൗഖ്യമാക്കണമേ. നമുക്കറിയാം മറ്റൊരു ഭാഗത്ത് പറയുന്നൊരു വാക്കിങ്ങനെയാണ്, ഒരു പള്ളിപ്രമാണി വന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട്, ആ വാക്കിയെടുക്കാവോ, കർത്താവെ എൻ്റെ മകള് മരിക്കാൻ തക്കവണ്ണം എൻ്റെ വീട്ടിൽ വന്ന് അവളെ സൗഖ്യമാക്കണമേ എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബാല്യക്കാരൻ കിടന്നു നിലവിളിക്കുന്നുണ്ടല്ലേ? ആ വാക്യം നിലക്കാൻ പറ്റിയിരിക്കുന്ന ലൂക്കോസിലെ ആ വാക്യം നോക്കിക്കേ. അപ്പൊ ആ വ്യക്തി നിലവിളിക്കുവാണ്. എന്താ നിലവിളിക്കുന്ന അറിയാവോ? എൻ്റെ മകള് മരിക്കാറായി, അങ്ങ് വന്ന് സൗഖ്യമാക്കണമേ എന്ന് പറയുമ്പോൾ ഇവിടെ ശതാധിപൻ പറയുകയാണ്, കർത്താവെ എൻ്റെ ബാല്യക്കാരൻ സൗഖ്യം വരും. കണ്ടോ, കർത്താവ് പറഞ്ഞാൽ സൗഖ്യം വരും. അപ്പൊ ഈ വ്യക്തിക്ക് എവിടുന്ന് കിട്ടി ഇത്രയും വലിയ വിശ്വാസം? അവിടെ തൊട്ട് താഴത്തെ വാക്യത്തിൽ നമുക്കറിയാം, യേശു പറഞ്ഞു നിന്റെ വിശ്വാസം വലിയതെന്നാ പറയുന്നല്ലേ, നിന്റെ വിശ്വാസം കണ്ട് ആശ്ചര്യപ്പെട്ടു. അടുത്ത വാക്യത്തിൽ പറയുന്നു, ഇങ്ങനെ ഒരു വിശ്വാസം ഞാൻ ഇസ്രായേലിൽ പോലും കണ്ടിട്ടില്ല.
ഇത്രയും വലിയൊരു വിശ്വാസം ഞാൻ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ പോലും കണ്ടിട്ടില്ല എന്ന് യേശു ക്രിസ്തു അവിടെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ അവിടെയൊക്കെ ചലിക്കുന്നത് നമ്മുടെ ഉള്ളത്തിൽ കയറുന്ന വിശ്വാസത്തിന് അതിൻ്റെ അകത്തുള്ള ചില റിസൾട്ടുകളുണ്ട്. അതിൻ്റെ പ്രൊഡക്ഷനിലൂടെയാണ് നിങ്ങൾക്ക് അത്ഭുതം. ചിലർ ഞാൻ പറഞ്ഞില്ല ബ്രദറെ, എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ആ സംശയം തീർത്തു തരാം. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആമേൻ. അപ്പൊ ഇത് ശ്രദ്ധിച്ചു നോക്കിയാൽ നോക്കിക്കേ, ഞാനത് ലൂക്കോസിന്റെ മറ്റൊരു ഭാഗം കൂടെ വായിച്ചിട്ട് നമുക്കൊന്ന് വരാം. ലൂക്കോസ് ലീഹായുടെ സുവിശേഷം അതിൻ്റെ 8-ാം വാക്യത്തിന്റെ 40-ാമത്തെ വാക്യം, 42-ാമത്തെ വാക്യം ഞാൻ കാണിക്കാം, നിങ്ങൾക്ക് അവിടെ മനസ്സിലാവും. 8-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യം. ഇവിടെ വ്യത്യാസം നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി. ഏകദേശം 12 വയസ്സുള്ള ഏകജാതനൊരു മകൾ അവനുണ്ടായിരുന്നു. അവൾ മരിപ്പാറായതുകൊണ്ട് തന്റെ വീട്ടിലേക്ക് വരണം എന്ന് അവനോട് അപേക്ഷിച്ചു. ആ വാക്യം അവനോട് അപേക്ഷിക്കുകയാണ്. യേശുവിനോട് പറയാണ്, നിങ്ങൾക്ക് മറ്റൊരു ഭാഗത്തുണ്ട്, കർത്താവ് എൻ്റെ മോൾ രോഗിയെ കിടക്കുന്നു, അവനെ സൗഖ്യമാക്കണമെന്ന് അപേക്ഷിക്കുന്ന മറ്റൊരു ഭാഗം കൂടെ ഉണ്ട്. അപ്പൊ ഇവിടെ നോക്കി, ഇതും കുഴപ്പമില്ല. ഇവിടെ നോക്കിക്കേ, ഇവിടെ പറയുകയാണ് അവൾ മരിപ്പാറായത് കൊണ്ട് എൻ്റെ വീട്ടിൽ വരണം എന്ന് അവനോട് അപേക്ഷിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പുരുഷാരം അവനെ തിക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ 12 വർഷമായിട്ട് അവിടെ രക്തസ്രാവക്കാരിയാണ്, തൊട്ടുമുള്ളത്തെ വാക്യത്തിൽ പറഞ്ഞല്ലേ. ആമേൻ. ഇവിടെ നോക്കിയേ, അപ്പം എൻ്റെ വീട്ടിൽ വരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ക്ഷണിക്കുമ്പോൾ മറ്റൊരാൾ പറയുകയാണ് സൗഖ്യം വരും. യേശു പറഞ്ഞാൽ സൗഖ്യം വരും. അപ്പൊ ഇവന്റെ ഉള്ളത്തിൽ, ഈ വ്യക്തിയുടെ ഉള്ളത്തിലേക്ക് ഈ വിശ്വാസം എങ്ങനെ കയറിക്കൂടി? ഈ വിശ്വാസം കയറിക്കൂടിയത് നിങ്ങൾ യേശുവിനെ പറ്റി അല്ലെങ്കിൽ കർത്താവിന്റെ വചനം കേൾക്കുന്ന സമയത്ത് ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോണേ. യേശുക്രിസ്തു പറയുന്ന ഒരു വാക്കുണ്ട്, യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നോക്കിക്കേ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അപ്പൊ ഈ യേശുക്രിസ്തു പറയുകയാണ് നിങ്ങളുടെ ഹൃദയം എന്താണ് കലങ്ങിപ്പോവുക എന്നുള്ള വാക്ക്? ഞാൻ അതിൻ്റെ ഒരു പദം ഒന്ന് അന്വേഷിച്ച സമയത്ത് കൊടുത്തേക്കുന്ന വാക്ക് ഇങ്ങനെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി കാണും. എൻ്റെ ഹൃദയം കലങ്ങിപ്പോരുന്ന കർത്താവ് പറഞ്ഞേക്കുന്ന വാക്യത്തിന് ട്രബിളി, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് കലക്കം ഉണ്ടാകരുത്. ആ കലക്കം ഉണ്ടാകുന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന പദം ഇങ്ങനെയാണ്. അതിനൊരു വ്യാഖ്യാന പദം ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു എബ്രായർ പദത്തിലേക്ക്, ദ സ്പിരിറ്റ് വിത്ത് ഫിയർ. അതായത് പിശാശ് നിങ്ങളുടെ അകത്ത് ഫിയർ കൊണ്ടുവിടും, ഭയപ്പെടുത്തും. ശ്രദ്ധിച്ചോണേ, ഹൃദയം കലങ്ങി പോകരുത്. നോക്കിക്കേ, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ, കർത്താവ് പറയണേ. അപ്പൊ നമ്മുടെ ഹൃദയം കലങ്ങി പോകുന്നതിന്റെ വാക്കുകൊടുത്തിരിക്കുന്ന വാക്കാണ് ദ സ്പിരിറ്റ് വിത്ത് ഫിയർ. ദുരാത്മാവിനാലുള്ള, അല്ലെങ്കിൽ അവൻ കൊണ്ടുവരുന്ന ഒരു ഭയം നിങ്ങളുടെ അകത്തോട്ട് കയറും. ശ്രദ്ധിച്ചോണേ, നിങ്ങൾ ഒരു കാര്യം വചനത്തിൽ വിശ്വസിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് പിശാച് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ നിങ്ങളുടെ അകത്ത് ട്രബിള് കൊണ്ടുവരും, അതായത് കലക്കം കൊണ്ടുവരും. എന്താ കലക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളോട് ഞാൻ ഇന്നാൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു, വിശ്വസിക്കുന്ന വ്യക്തികൾ ഇമാജിൻ ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഹൃദയം കൊണ്ട് കണ്ടിട്ട് വേണം വിശ്വസിക്കുക. ചിലർ പറയുന്നുണ്ട്, ബ്രദറെ ഞാൻ വചനമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് ബ്രദറെ, ഞാൻ വചനമൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട് ബ്രദറെ, പക്ഷേ എന്നാലും എനിക്കറിയത്തില്ല ബ്രദറെ, കാര്യങ്ങളൊന്നും ശരിയായി വരുന്നില്ല, ഒന്നും റെഡിയാകുന്നില്ല, ഭയങ്കര മനപ്രയാസമാണ്. അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം, നിങ്ങളുടെ അകത്ത് പിശാചിനാലുള്ള ഭയം പ്രവേശിച്ചിരിക്കുന്നു. അയ്യോ ബ്രദറെ, അതെങ്ങനെ ബ്രദറെ, പിശാചിനെ ഞാൻ എപ്പോഴും ശാസിക്കുന്നതാണല്ലോ, പിന്നെ എങ്ങനെയാണ് പിശാചിനാലുള്ള ഭയം എൻ്റെ അകത്തോട്ട് വന്നു എന്ന് പറയാൻ കാരണം? ശ്രദ്ധിച്ചോണേ, നമ്മൾ ഒരു വിശ്വാസി ഒരു വചനം പറയുന്ന സമയത്ത് നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ബൈക്കോ കാറോ ഒക്കെ റെഡി ക്യാഷ് കൊടുത്തല്ലാതെ, അല്ലെങ്കിൽ റെഡി ക്യാഷിന് നിങ്ങൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ മേടിച്ച് സ്വരുക്കൂട്ടി വെച്ച് ചിട്ടി പിടിച്ചും പട്ടി പിടിച്ചും ഒക്കെ നിങ്ങൾ ആരെങ്കിലും വണ്ടി മേടിച്ചവരാരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു. അതായത് നിങ്ങളുടെ പോക്കറ്റിൽ കാശില്ല, പക്ഷെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ മേടിച്ചൊരു വണ്ടി മേടിച്ച ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഉണ്ട്. ഇനി ഞാൻ ചോദിക്കാൻ വേണ്ടി പോവാണേ, നിങ്ങൾ വണ്ടി മേടിക്കാൻ പ്ലാൻ ചെയ്തപ്പം ഇങ്ങനെയുള്ള ഈ ഒരു സോഴ്സുകളെ കണ്ടോണ്ടാണോ, അതോ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഈ സോഴ്സ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്താണോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ?
ആ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്ത് അല്ലേ? അതായത് നിങ്ങൾ വണ്ടി മേടിക്കണമെന്നൊരു ആഗ്രഹം വന്നപ്പം പൈസ ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും മാറ്റി വെച്ചവരായിരിക്കും നിങ്ങൾ അല്ലേ? പിന്നെ ആട്ടെ പക്ഷെ ആവശ്യമെന്ന് അറിഞ്ഞപ്പോൾ, വണ്ടി വേണം എന്ന ആവശ്യമെന്ന് അറിഞ്ഞപ്പം, അതേപോലെ ഒരു അത്യാവശ്യം എന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചു എന്നൊരു കാര്യം ആ ചിട്ടി അങ്ങ് പിടിച്ചേക്കാം, അല്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ ഒന്ന് മറിച്ചേക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചും നമ്മളുടെ സൊല്യൂഷൻ കണ്ടെത്തി. കണ്ടോ? അപ്പൊ ഒരു ചിന്ത, വാഹനം വേണം എന്നൊരു ചിന്ത വന്നു. ആ ചിന്തയ്ക്കകത്തു നിന്നും സോഴ്സുകളെ നമ്മൾ കണ്ടെത്തി അല്ലേ? ഇന്ന ആളോട് ചോദിക്കാം, വരുന്ന മാസം നമുക്കൊന്ന് മറിച്ചു കൊടുക്കാം. കണ്ടോ? ഇന്ന ചിട്ടി നമുക്ക് പിടിക്കാം, അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് റോൾ ചെയ്യാം. അങ്ങനെ നമ്മുടെ അകത്ത് കുറെ ഐഡിയകൾ ഉണ്ടായി. കേട്ടോ? ഒരു പ്ലാൻ വന്നപ്പോൾ തന്നെ, വാഹനം വേണം എന്നൊരാശയം വന്നപ്പോൾ തന്നെ നമ്മൾ തന്നെ എവിടുന്നൊക്കെയോ കുറേ സോഴ്സുകളെ എന്ത് ചെയ്തു, എടുത്തു. ഇതേപോലെ നിങ്ങൾ വചനം പറയുമ്പോൾ നിങ്ങൾ വിശ്വാസത്താൽ കാണുന്നവരാകണം. അങ്ങനെ കാണുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് കലക്കം പ്രവേശിക്കും. ഞാൻ പറയുന്നതല്ലേ, യേശു പറയുന്നതാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അടുത്ത വാക്യത്തിൽ പറഞ്ഞു, ദൈവത്തിൽ വിശ്വസിപ്പിൻ. അപ്പൊ എന്താണ് ഈ ഫെയ്ത്ത് എന്നൊരു വാക്കിന് അവിടെ കൊടുത്തേക്കുന്ന ഒരു പദം? ക്രെഡിറ്റ് എന്നൊരു പദം കൊടുത്തു. ടു ക്രെഡിറ്റ്. ക്രെഡിറ്റ് ചെയ്യാൻ നമുക്കറിയാം, നമ്മൾ കടമെടുക്കുന്നതിന് ക്രെഡിറ്റ് പറയുന്നത് അല്ലേ? ക്രെഡിറ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ കാശില്ല, പക്ഷെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, അത് ഡിഡക്റ്റ് ചെയ്യുന്നു അല്ലേ? പിന്നീട് എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് കാർഡോട്ട് നമ്മൾ പൈസ റെഡിയാക്കുന്നു. ഈ ഒരു പദം അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നാണെന്നറിയാം അതിന്റെ അർത്ഥം? ഈ ഒരു വാക്ക് ഇവിടെ ഫെയ്ത്ത് എന്ന് വന്നപ്പം അവിടെ ഒരു പദം മാത്രം കൊടുത്തു. അതിന്റെ അർത്ഥം, നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ വിശ്വാസത്താൽ ക്രെഡിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ മുമ്പിലില്ല, പക്ഷെ നമ്മൾ കാണുവാണ്. നോക്കിക്കേ, ഒരു വ്യക്തി വചനം പറയുമ്പോൾ നിങ്ങളുടെ ചിന്തകളെ ട്രെയിൻ ചെയ്യിപ്പിച്ചില്ല എങ്കിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങുകയാണ്. എന്നറിയാവോ? ഹൃദയം കലക്കുക എന്ന് പറഞ്ഞാൽ ആകുലതകൾ കയറും. ഇവിടെ ശതാധിപന്റെ വീട്ടിൽ ആ ഒരു ബാല്യക്കാരൻ മരിക്കാൻ റെഡിയായി കിടക്കുക. അപ്പൊ കൂടെയുള്ള ആൾക്കാരെല്ലാം പറഞ്ഞിട്ടുണ്ടായിരിക്കും അവൻ മരിക്കും. അങ്ങനെയാണ് യേശുവിനെ പറ്റി കേട്ടത്. അപ്പൊ ഇത് കേട്ടത് എന്തൊക്കെ കേട്ടത്? കുറെ രോഗസൗഖ്യത്തെ പറ്റിയും യേശു പഠിപ്പിക്കുന്നതും യേശുവിന്റെ പഠനവും. ചുമ്മാ അദ്ദേഹം ഒരു സാധാരണക്കാരനല്ല, 100 പേർക്ക് അധികാരിയുള്ള മനുഷ്യൻ. അപ്പം റെസ്പോൺസിബിലിറ്റിയൊക്കെ ഉള്ള ഒരാളാണ്. ഞാൻ ചിന്തിക്കുന്നത് ഇച്ചിരി ചില കാര്യങ്ങളൊക്കെ കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനായിരിക്കാം അദ്ദേഹം. യേശുവിനെ ചുമ്മാ വിളിപ്പിക്കുകയല്ല ചെയ്തത്, യേശുവിനെ പറ്റി നന്നായി പഠിച്ചൊരു വ്യക്തി. അതുകൊണ്ടാണ് യേശു അടുത്തേക്ക് വന്നപ്പോൾ തന്നെ ഓടിവാ എന്ന് പറഞ്ഞില്ല. നമുക്കറിയാം മറ്റൊരു ഭാഗത്ത് ഒരു പള്ളിപ്രമാണി യേശുവിനെ എങ്ങനെയെങ്കിലും വിളിച്ചോണ്ട്, ഇതേ അവസ്ഥ തന്നെ ആ പള്ളിപ്രമാണിയുടെ വീട്ടിലും. റെഡി ടു ഡൈ തന്നെ അവിടെയും, മരിക്കത്തക്കവണ്ണം രോഗത്താൽ ഇരിക്കുകയാണ്. പക്ഷെ ആ വ്യക്തി യേശുവിനെ വട്ടം പിടിച്ചു കൊണ്ടുപോകാൻ നിൽക്കുമ്പോൾ ഈ മനുഷ്യന്റെ അകത്തൊരു ഉറപ്പ് വരിക, യേശു പറഞ്ഞാൽ അവൻ സൗഖ്യമായിരിക്കും. മരിക്കാറായി കിടക്കുക, അവസാന സ്റ്റേജിൽ കിടക്കുക, മരിക്കുമെന്ന് ഉറപ്പാണെങ്കിലും യേശു പറഞ്ഞാൽ നടക്കും. ഞാൻ ചോദിച്ചോട്ടെ, എവിടുന്ന് കിട്ടി ഇത്രയും ഭയങ്കര ഉറപ്പ്? എങ്ങനെ കിട്ടിയെന്നറിയാവോ? ഹൃദയത്തിൽ കയറ്റിയ വചനം. നോക്കിയേ, നിങ്ങൾ ആ വാക്ക് കണ്ടോ? ആ ഒരു വചനത്തിന്റെ ഒരു ട്യൂണ് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കുവേ. 7ാമത്തെ വാക്യം നോക്കിക്കേ. യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരൻ സൗഖ്യം വരും. നോക്കിക്കേ, യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരൻ സൗഖ്യം. അപ്പം ഇയാളുടെ മനസ്സിൽ ഒരു ചിന്ത വന്നേ, യേശുവിൻ്റെ വാക്ക് വെളിപ്പെടുമ്പോൾ എൻ്റെ ബാല്യക്കാരൻ സൗഖ്യമാകുമെന്ന് ഈ മനുഷ്യൻ യേശുവിനെ പറ്റി കേട്ടപ്പോൾ തന്നെ കാണാൻ തുടങ്ങി. കണ്ടോ? അതുകൊണ്ടാണ് ചാടി പറഞ്ഞത്. ഒറ്റ ആലോചന പോലുമില്ല. യേശുവെ അങ്ങ് പറഞ്ഞാൽ എനിക്കറിയാം അവിടെ സൗഖ്യം കണ്ടോ? അയാളുടെ മനസ്സ് മുഴുവനും നിറഞ്ഞിരിക്കുന്നത് യേശു പറയുമ്പോൾ അവൻ്റെ രോഗക്കിടക്കയിൽ നിന്നും എണീക്കുന്നത് ഉള്ളത്തിലുള്ളത് കൊണ്ടാണ്. പലപ്പോഴും നമ്മുടെ ഉള്ളത്തിൽ ഇതില്ല. അതില്ല എന്ന് ബ്രദർ പറയാൻ കാര്യം എന്തുവാ? നമ്മൾ ഇങ്ങനെയല്ല സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്നത്, ബ്രദറെ എനിക്ക് അറിയാം, ദൈവം പ്രവർത്തിക്കുന്നത് എനിക്ക് അറിയാം, എനിക്ക് ദൈവം ചെയ്യുമെന്നൊക്കെ എനിക്ക് അറിയാം. എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? പോയി പറയാം, ബ്രദറെ എന്നാലും ബ്രദറും കൂടെ ഒന്ന് എന്ത് ചെയ്തേക്കണം. കണ്ടോ? അതിന്റെ അർത്ഥം എന്നാന്നറിയാവോ? നിങ്ങളുടെ ഹൃദയം കലങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് എവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നു? ആ പിശാചിന്റെ ഭയം പ്രവേശിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാ പിശാചിന്റെ ഭയം പ്രവേശിച്ചിരിക്കുന്നറിയാവോ? നിങ്ങൾ വചനം പറയുമ്പോൾ കാണുന്നില്ല.
വചനം പറയുമ്പോൾ ഒരു വ്യക്തി, നമുക്കറിയാം ഹൃദയത്തിൻ്റെ അകത്താണ്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്ത് പറഞ്ഞായിരുന്നല്ലേ, നമ്മൾ ഇമാജിൻ ചെയ്യുക എന്നുള്ളത് ഭയങ്കര പ്രധാനപ്പെട്ട ഘടകമാണ് വിശ്വാസ ജീവിതത്തിൽ. വെറുതെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ വചനം പറഞ്ഞാൽ നമുക്ക് ഒന്നും വർക്കാകത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഇത് പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾ വചനം നോക്കി, ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച്, എന്നിട്ട് ശതാധിപൻ പറയുന്ന ഡയലോഗ് ശ്രദ്ധിച്ചു നോക്കി. യേശു അടുത്തേക്ക് വരുന്നു, ശതാധിപൻ വീടിന്റെ പുറത്തിറങ്ങി വരുന്നു. എന്നിട്ട് ഈ മനുഷ്യൻ പറയുന്ന, കർത്താവേ, നീ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. നോക്കി, നിങ്ങൾ കണ്ണടച്ചോണ്ട് കേട്ടോണേ. ആ രംഗം ഒന്ന് കാണാൻ വേണ്ടിയാണേ. ആ രംഗം ഒന്ന് കണ്ടേ. യേശുവിനോട് പറയുന്നു, കർത്താവേ, നീ എൻ്റെ വീട്ടിലോട്ട് വരണ്ട. അപ്പൊ യേശുവിനെ വഴി നിർത്തുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, കർത്താവേ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരൻ സൗഖ്യം ആകും. എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞില്ല? കർത്താവേ, ഓടി വാ, എൻ്റെ ബാല്യക്കാരൻ മരിക്കാറായി കിടക്കുന്നു. ഓടി വന്ന് യേശു ഒന്ന് പ്രാർത്ഥിച്ച് രക്ഷപ്പെടുത്തണമേ. എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ട് കേട്ടോ, എന്നാലും യേശുവും കൂടെ ഒന്ന് എന്ത് ചെയ്യണം, ശ്രദ്ധിച്ചേ. അതെന്താ അങ്ങനെ പറയാത്തത്? ഇയാൾ യേശുവിനെ പറ്റി കേട്ടത് മുഴുവനും ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു ഇമാജിനേഷൻ ഉണ്ട്. അതിന്റെ അർത്ഥം അവിടെ യേശു പ്രവർത്തിച്ചെങ്കിൽ ഇവിടെയും യേശു പ്രവർത്തിക്കും. ഞാൻ കേൾക്കുന്നത് ഇങ്ങനെയായിരിക്കാം, ആ മനുഷ്യൻ കേട്ടത് ഇങ്ങനെയായിരിക്കാം, മരിച്ചുപോയ നാറ്റം വന്ന ലാസറിനെ അവൻ എണീപ്പിച്ച് ഉടനെ ശതാധിപൻ കാണും. അങ്ങനെയെങ്കിൽ മരിക്കാത്ത, നാറ്റം വരാത്ത, പനി പിടിച്ചു രോഗം വന്ന് കിടക്കുന്ന എൻ്റെ ഭൃത്യനെ അവൻ ഈസി ആയിട്ട് സൗഖ്യമാക്കും. കണ്ടോ, ഇതകത്തുള്ളത് കൊണ്ട് ആ മനുഷ്യന്റെ അകത്ത് മൊത്തവും ഈ കാഴ്ചയാണ് നിറഞ്ഞിരിക്കുന്നത്. കണ്ടോ, മരിച്ചയാളെ ഉയർപ്പിക്കാൻ പറ്റിയ യേശുവിന്, മരിച്ച ഡെഡ് ബോഡികളെ ഉയർപ്പിക്കുവാൻ കഴിഞ്ഞ യേശുവിന്, എൻ്റെ മരിക്കാത്ത മരണത്തിലേക്ക്, അത് ഞാൻ ആ വാക്ക് നിങ്ങൾ വായിച്ചാൽ ഇംഗ്ലീഷിലെ കൊടുത്തേക്കുന്ന വാക്ക് ഇതാണ്, റെഡി ടു ഡൈ. അവൻ മരണത്തിലേക്ക് പൊക്കോണ്ടിരിക്കുന്നവനെ അവനെ ഉറപ്പായിട്ടും സൗഖ്യമാക്കും. ഇത് അകത്തുള്ളത് കൊണ്ട് യേശു വന്നപ്പോ ഒന്ന് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞില്ല, അവൻ അത്ഭുതം നടക്കും. കണ്ടോ, ഹല്ലേലൂയ. നിങ്ങൾ ഇത് ശ്രദ്ധിച്ചോണേ. ഇതുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ ഹൃദയം ട്രബിൾ ചെയ്യരുതെന്ന് പറയുന്നത്. കലങ്ങിപ്പോകരുത്. ഡു നോട്ട് ട്രബിൾ എന്നാ പറഞ്ഞേക്കുന്നത്. അതിനെ കലങ്ങുവാൻ അനുവദിക്കരുത്. എങ്ങനെ അനുവദിക്കുന്നത് ഞാൻ പറഞ്ഞു തരാം. ഇനി അതിലേക്ക് വരാം. നമ്മുടെ റിയൽ ലൈഫിൽ എന്താ അവിടെ സംഭവിക്കുന്ന അറിയാം. നിങ്ങൾ വചനം ഒരു ദിവസം പറയുക. ഉദാഹരണമായിട്ട് നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഒരു ഉദാഹരണമായിട്ട് പറയാം. ഒരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഭവനമില്ല, എന്നാൽ ആവർത്തന പുസ്തകത്തിന്റെ അകത്ത് ഒരു കാഴ്ച കണ്ടു. യഹോവ നിങ്ങൾക്ക് ഭവനങ്ങളെ തരും. നീ നട്ടു നനയ്ക്കാത്ത തോട്ടങ്ങളും സകല സമ്പത്ത് നിറഞ്ഞിരിക്കുന്ന ഭവനങ്ങളും സകലം നിറഞ്ഞിരിക്കുന്ന പട്ടണങ്ങളെയും ഞാൻ നിനക്ക് അവകാശമാക്കി തരും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തത്ത പറയുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് വിചാരിച്ചു, കർത്താവ് എനിക്ക് ഭവനം തരും. നല്ലതാ, പറയുന്നൊക്കെ നല്ലതാ. പക്ഷെ കണ്ണടയ്ക്കുമ്പോൾ നട്ടു നനയ്ക്കാത്ത തോട്ടങ്ങൾ കാണണം. സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന ഭവനം, അതായത് ഫുൾ ഫർണിഷ്ഡ് ആയിരിക്കുന്ന ഭവനം. ഇത് കണ്ടുകൊണ്ട് വചനം പറയുമ്പോൾ നിങ്ങളുടെ നാവിൽ നിന്നും വിശ്വാസത്തിന്റെ വാക്കുകൾ വരും. എനിക്ക് ഭവനം കിട്ടും കേട്ടോ, ആ 4 മുറിയുള്ള വീട് കിട്ടും. അതിൽ നല്ല മുറി എൻ്റെ അകത്തുണ്ട്, ഞാനത് വലിയ ഹോളുണ്ട്, അവിടെ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ വെക്കും. നാട്ടുകാരൊക്കെ പറയുന്നത് എങ്ങനെ ലഭിച്ചു, ദൈവത്താൽ ലഭിച്ചു എന്നൊക്കെ പറയുന്നത് കണ്ടുകൊണ്ട് പറയുമ്പോൾ നിങ്ങളുടെ അകത്ത് വിശ്വാസം വന്നു എന്നതിൻ്റെ തെളിവ്. നിങ്ങൾ ഇമാജിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ ഇതേപോലെ ആയിരിക്കും. എൻ്റെ ബാല്യക്കാരൻ സൗഖ്യം വരും, ഞാൻ വീട് കാണും, വീട് കിട്ടും. ഇല്ല എങ്കിൽ, നിങ്ങളുടെ ഇമാജിനേഷൻ അവിടെ വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ, നിങ്ങൾക്ക് ആ വചനത്തിൻ്റെ അകത്തിരിക്കുന്നത് കാണാൻ കഴിയുന്നില്ല, ആ മറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ എന്താ പറയുന്നറിയാവോ? നിങ്ങൾ ഈ പള്ളിപ്രമാണി പറയുന്നത് പോലെ. ശരിക്കും പറഞ്ഞ ഈ വാക്യമല്ല, എനിക്ക് പറയുന്നത് മത്തായിലാന്ന് തോന്നുന്നു, കുറച്ചും കൂടെ ആ വാക്യമുണ്ട്. ലൂക്കോസ് 8 പറയും, എൻ്റെ മരിക്കാൻ തക്കവണ്ണം അവൾ മരിപ്പാറായതുകൊണ്ട് തന്നെ വീട്ടിൽ വരണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ടോ. ഈ വ്യക്തി പറയുമോ, യേശുവേ വീട്ടിൽ വരണമേ, അവൾ മരിക്കാറായേ. കണ്ടോ, ആ വ്യക്തിയോട് യേശു പറയുന്ന വാക്ക് നോക്കിക്കേ. ആ വ്യക്തിയോട് യേശു പറയുകയാണ്, നിങ്ങൾ താഴേക്ക് വരുമ്പോൾ നോക്കിക്കേ, യേശു ഇത് കേട്ടിട്ട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. പള്ളിപ്രമാണിയുടെ വീട്ടിലെ മകള് മരിച്ച സമയത്ത് യേശു പറയാം, ഭയപ്പെടേണ്ട. കണ്ടോ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക. അപ്പൊ എന്താ അവിടെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം വായിച്ചല്ലോ.
ദ സ്പിരിറ്റ് വിത്ത് ഫിയർ. ആ മനുഷ്യന്റെ ഉള്ളത്തിൽ സ്പിരിറ്റ് വിത്ത് ഫയർ, ആ ദുരാത്മാവിലൂടെ പ്രവേശിച്ച ഭയമകത്ത് കിടപ്പുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ദിവസങ്ങളിൽ എത്ര തകർന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തി ആയിക്കോട്ടെ, എത്ര ഇനി മരിക്കുമെന്ന് വിധി പറഞ്ഞ വിഷയമായിക്കോട്ടെ, വചനം പറഞ്ഞ് കണ്ണടയ്ക്കുമ്പം കാണേണ്ടത് ആ വ്യക്തി യേശുവേന്ന് വിളിച്ചുകൊണ്ട് ഓടി നടന്നുകൊണ്ട് എല്ലായിടത്തും സാക്ഷ്യം പറയുന്നതൊന്ന് കണ്ട് നിങ്ങളകത്ത് ചലിക്കുവാൻ തുടങ്ങും. ഞാൻ പറഞ്ഞില്ല, കലക്കി വെച്ച മാവ് രാവിലെ ഹസ്ബൻഡ് പറയുക ഇന്ന് ദോശ കിട്ടുമോ അപ്പം കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ അതിപ്പോൾ റെഡിയാക്കി തരാം. അപ്പോൾ ഉടനെ ഭർത്താവ് അത് പുളിച്ചോ എന്ന് ചോദിച്ചാൽ ഓടി വന്ന് കലത്തെ നോക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഇന്ന് നല്ല ഒന്നാം തരം ദോശയാണ്. കാര്യം അത് പൊങ്ങി വന്ന് നിൽക്കുക. കണ്ടോ, അകത്ത് പുളിപ്പുണ്ടായെങ്കിൽ പുറത്ത് കാണാൻ പറ്റും. ഹല്ലേലൂയ. ഇവിടെ പള്ളിപ്രമാണിക്കകത്ത് വിശ്വാസമില്ല. പള്ളിപ്രമാണി വന്നിട്ട് പറയാം, കർത്താവ് മരിക്കാറായി, ഒന്ന് വാ, ഒന്ന് വന്നൊന്ന് പ്രാർത്ഥിച്ചേ. യേശു പറഞ്ഞ മറുപടി ഉണ്ട്, വിശ്വസിക്കുക. പക്ഷെ ശതാധിപനോട് പറഞ്ഞ വാക്ക് കണ്ടോ, ഇത്രയും വലിയ വിശ്വാസം ഞാൻ ഇസ്രായേലിൽ പോലും കണ്ടിട്ടില്ല. അതിന്റെ കാര്യം എന്നറിയാവോ? ശതാധിപൻ യേശുവിനെ പറ്റി കേട്ടപ്പം മുതൽ ഇങ്ങനെ കാണും, എൻ്റെ ദൈവമേ, ആ നാറ്റം വന്ന ലാസറിനെയൊക്കെ ഉയർപ്പിച്ച സാക്ഷ്യമൊക്കെ ഈ പുള്ളി ഇങ്ങനെ കേൾക്കുക. ആ ബാല്യക്കാരൻ വന്നിട്ട് പറയുമായിരിക്കും, അയ്യോ കേട്ടായിരുന്നോ, യേശു എന്ന് പറയുന്ന ഒരാള് അവിടെ നമുക്കറിയാം, നമ്മുടെ ആ വളവയ്ക്ക് നിൽക്കുന്ന വീട്ടിലെ ലാസർ, ആ മനുഷ്യൻ കഴിഞ്ഞ ദിവസം മരിച്ചുപോയി. എന്നാ നിലവിളിയും കരച്ചിലുമായിരുന്നു അറിയോ, മാർത്തയും മറിയൊക്കെ. അവർ ഭയങ്കര കരച്ചിലായിരുന്നു. ഞാനത് കണ്ടുകൊണ്ട് അവിടെ മരിച്ചടക്കിന് പോയ ആളായിരിക്കും ഇദ്ദേഹത്തിന്റെ ഭൃത്യൻ. ആ പുള്ളി പറയുക, ദേ ഇന്നലെ ഞാൻ കണ്ടു, ആ മരിച്ച് നാറ്റം വന്ന് 4 ദിവസമായവന്റെ എണീറ്റ് യേശുവിന്റെ കൂടെ നടക്കുന്നു. ഇതെല്ലാം കേട്ട് 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 ശതാധിപൻ അങ്ങോട്ട് കാണുകയാണ്, യേശു ഇവനെ സൗഖ്യമാക്കിയിരിക്കും. കണ്ടോ, മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന എൻ്റെ ദൈവം. ആമേൻ. അപ്പൊ നിങ്ങൾ കാണുമ്പോൾ പറയുന്നത് കാണാത്തത് കൊണ്ടാണ്. വളരെ പോയിന്റ് ബ്രദർ, ഇത് ഇത്ര വലിയ കാര്യമാണോ? നമ്മുടെ ഹൃദയം കലങ്ങുന്നതിന്റെ കാരണം നമുക്ക് വിശ്വാസത്തിൻ്റെ അകത്ത് നിന്നും പലതിലേക്ക് നമുക്ക് അതാണ് ഞാൻ പറഞ്ഞ ക്രെഡിറ്റ് എന്നൊരു പദമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, പലപ്പോഴും ഗ്രീക്ക് പദത്തിൽ എബ്രായ പദത്തിലേക്ക് വന്നിരിക്കുന്ന ട്രസ്റ്റ് എന്നൊരു പദത്തെ ആശ്രയം തന്നെ കൊടുത്തേക്കുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പം മാത്രം ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിപ്പ എന്ന് യേശു പറഞ്ഞു. യോഹന്നാൻ 14 വാക്യം പറഞ്ഞു, 1 ഹൃദയം കലങ്ങി പോരുത്. അവിടെ ടു ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കടമെടുക്കുക. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇല്ല, പക്ഷെ നിങ്ങൾ ക്രെഡിറ്റ് എടുക്കുക. അതുകൊണ്ട് ഞാൻ പറയാം, നമ്മൾക്കറിയാം നമ്മൾ എന്തിനാ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത്? നമുക്ക് റെഡി പൈസ ഇല്ല. പക്ഷെ ക്രെഡിറ്റ് കാർഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിൽ ഇപ്പൊ പൈസ ഇല്ലെങ്കിലും ക്രെഡിറ്റ് കാർഡ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൈസ ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ ക്രെഡിറ്റ് കാർഡോട് നമ്മൾ എന്ത് ചെയ്താൽ മതി? അത് നിങ്ങൾ കൊടുത്താൽ മതി, അല്ലേ? അപ്പൊ ഇവിടെ ക്രെഡിറ്റ് എന്നൊരു പദമാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ അതില്ല, പക്ഷെ ഹൃദയത്തിൽ അത് കാണണം. വിശ്വാസം എന്ന് പറഞ്ഞാൽ കാണണം. ഇപ്പൊ ഇല്ലാത്തത് ഞാൻ പിടിച്ചെടുക്കുകയാണ്, ഇതിങ്ങോട്ട് വലിച്ചെടുക്കുകയാണ്. എൻ്റെ കയ്യിലില്ല, പക്ഷെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഞാൻ എടുക്കുന്നത് പോലെ വിശ്വാസം എന്ന് പറയുന്നത് വചനം പറയുമ്പോൾ തന്നെ അങ്ങ് ഉറപ്പിച്ചോണം കിട്ടിയെന്ന്. കണ്ടോ? ബ്രദറെ ഞാൻ വചനമൊക്കെ പറയുന്നുണ്ട്, ബ്രദറെ ഞാൻ വചനമൊക്കെ ഏറ്റു പറയുന്നുണ്ട്, ബ്രദറെ. കണ്ടോ? ട്രബിൾ ചെയ്ത് നിങ്ങളുടെ ഹൃദയം കലങ്ങിയിട്ടുണ്ട്. കുറ്റമല്ല ഞാൻ പറഞ്ഞു. കണ്ടോ? ദ സ്പിരിറ്റ് വിത്ത് ഫിയർ പ്രവേശിച്ചിരിക്കുന്നു. ദുരാത്മാവിൻ്റെ കൂടെ നിങ്ങളുടെ അകത്ത് ഭയം പ്രവേശിച്ചിരിക്കുന്നത്. ഭയം വരുന്നത് കൊണ്ടാണ് നമ്മുടെ വാക്കുകൾ ഇടറുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയാവോ? നമ്മൾ എന്തൊക്കെയോ കാണുന്നുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞു തരാം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അകത്ത് വരുന്ന ചിന്തകൾ ഒന്ന് ഞാൻ സത്യസന്ധമായിട്ട് പറയണേ, നിങ്ങൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങളാണോ നിങ്ങളുടെ മനസ്സിൽ വരുന്നത്, അതോ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാത്ത, അതായത് നിങ്ങൾ പേടിക്കുന്ന കാര്യങ്ങളാണോ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഒന്ന് പറഞ്ഞ് സത്യസന്ധമായിട്ട് പറ. അപ്പൊ ചിലര് പറഞ്ഞു നടക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്, അത് 100% നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. വിശ്വസിക്കാൻ തെറ്റിദ്ധരിക്കരുത്, എടുക്കാൻ പറ്റത്തില്ല. അതിനകത്ത് കുറച്ച് കാര്യം വരുന്നുണ്ട്. മിക്സഡ് ആണ് എല്ലാവർക്കും വരുന്നത്.
എല്ലാവർക്കും മിക്സഡ് ആണ് വരുന്നത്. എന്തുകൊണ്ടാണ് ഈ മിക്സഡ് ആയിട്ട് വരുന്നത് ഞാൻ പറയാൻ കാരണം, നമ്മൾ ജീവിക്കുന്നത് ലോകത്തിലാണ്. ഈ ലോകത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ശരീരം, ഈ ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയുന്ന 3 ഫോം നമുക്കുണ്ട് ശരീരത്തിൽ. ആത്മാവിലാണ് ഈ വചനം മൊത്തം വന്ന് സ്റ്റോർ ചെയ്യുന്നത്. ഈ ആത്മാവിൽ വരുന്ന വചനമാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത്, ഈ വചനം നേരെ പോയി വീഴുന്നത് ഹൃദയത്തിൽ നിന്ന് ആത്മാവിലേക്ക്. ഇവിടുന്ന് വരുന്ന ബലമാണ് നമ്മുടെ ഹൃദയത്തിൽ വരുന്നത്. ഇവിടെ വരുന്ന സമയത്ത്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളിപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിൽ മൊത്തം വരുന്നത് നടക്കാത്ത കാര്യങ്ങളുടെ തെളിവുകളാണ്. അതായത് നിങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം രൂക്ഷമാകുന്നതും അത് നിങ്ങളെ വിഴുങ്ങുന്നതും നിങ്ങൾ അതിൻ്റെ അകത്ത് തകർന്നു പോകുന്നതും നിങ്ങളുടെ ജീവിതം നിരാശപ്പെട്ടു പോകുന്നതും ഇങ്ങനെയുള്ള കുറേ കാഴ്ചകൾ വരുന്നുണ്ടിരിക്കും. ഓർത്തോണെ, ഈ കാഴ്ച വരുന്നതല്ല, ഈ കാഴ്ച കൊണ്ടിരുന്നതാണ്, ഇടുന്നതാണ് നിങ്ങളുടെ ഉള്ളിലോട്ട്. ഈ കാഴ്ച തന്നെ കൊണ്ടത് പിശാച് ഇടുന്നതാണ്. അപ്പൊ ഇത് കുറേ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതിനെ പയ്യെ പ്രോത്സാഹിപ്പിക്കും. എങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു തരാം. ഇത് കാണുമ്പം, ഇത് കണ്ടുകൊണ്ടിരിക്കും നമ്മളിങ്ങനെ പിന്നെ നമ്മുടെ മനസ്സ് എന്തെന്നറിയാവോ, കൂടുതൽ ഇതിലേക്ക് ശ്രദ്ധ കൊടുക്കും. നോക്കിക്കേ, കൂടുതൽ ശ്രദ്ധ കൊടുക്കും. ആ വാക്ക് കൊണ്ട് യോഹന്നാൻ 14 ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുക. അപ്പം പെട്ടെന്ന് ടേൺ ചെയ്യുന്നുണ്ടോ? നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഈ കലക്കം, തെളിഞ്ഞു കിടക്കുന്ന വെള്ളം കലങ്ങുന്നത് എപ്പോഴാ? കലക്കവെള്ളമാകുന്ന എപ്പോഴാ? എന്തോ വന്ന് മിക്സ് ആകുമ്പോഴല്ലേ. ഇത് മിക്സ് ആകുമ്പോഴാണ് കലങ്ങിപ്പോകുന്നത്. ഇതേപോലെ തന്നെ മിക്സ് ആയി കിടക്കുമ്പം നിങ്ങൾ ഉടനെ എന്ത് ചെയ്യുന്നറിയാവോ, നിങ്ങൾ പെട്ടെന്ന് തന്നെ ആ വചനം പറയുമ്പോൾ തന്നെ ആ വചനം, ഞാൻ പറയാം, ക്രെഡിറ്റ് എടുക്കുക. നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാ കടം എടുക്കുക. വചനം പറയുമ്പോൾ തന്നെ ഉറപ്പിച്ചോണേ, ആ വിഷയം ഞാൻ അത്ഭുതമായി കാണുന്നു. എന്നിട്ട് ആ കാഴ്ചകളെ ഡെവലപ്പ് ചെയ്യണം. എങ്ങനെയാ ഡെവലപ്പ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളിപ്പം ഏത് വിഷയമാണ് ഇപ്പം ഈ ഭയപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, അത് ഏത് വിഷയമാണ് നിങ്ങൾ ഭയപ്പെട്ടത്? പറയാൻ പറ്റുമെങ്കിൽ, ഓപ്പണായിട്ട് പറയാൻ പറ്റുമെങ്കിൽ എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, കുഴപ്പമുള്ള വിഷയമാണ് പറയുന്നത്. എന്താ കാണുന്നത്? ഓ എന്റെ ദൈവമേ, എന്തുവാ നിങ്ങൾ ഭയപ്പെടുത്തുന്നത് കാണുന്നത് ഞാൻ ചോദിച്ചത്. ഓക്കെ, എൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ശ്രദ്ധിച്ചോണേ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങളിങ്ങനെ നിങ്ങൾക്ക് നിലനിൽപ്പില്ല, സാമ്പത്തികമായിട്ടും ഭൗതികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഡൗൺ ആയി കിടക്കുക. അങ്ങനെയാണ് ഏതോ ബ്രദറിന്റെ കൂടെ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വന്നത്. അപ്പോൾ ഇവിടെ മൊത്തം ബ്രദർ നിന്നുകൊണ്ട് വലിയ കാര്യങ്ങൾ പറയുന്നത്, ഈ അത്ഭുതം ചെയ്യും, അങ്ങനെ ഇങ്ങനെ ചെയ്യും, അതുപോലെ പ്രവർത്തിക്കും, ഇതുപോലെ പ്രവർത്തിക്കും. അപ്പോൾ ഇതെല്ലാം കേട്ട് നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് മൊത്തവും ഇതിങ്ങനെ തഴമ്പിച്ച് കിടക്കുമെന്ന് വിചാരിച്ചു. വല്ലാത്ത ഭാരപ്പെട്ട് കിടക്കുക. അപ്പൊ ഈ ഭാരം നിങ്ങളെ ഒത്തിരി കാഴ്ച കാണിക്കും, അല്ലേ? ഈ ഭാരം ഒത്തിരി കാഴ്ച കാണിക്കും. അപ്പൊ ഈ കാഴ്ചകളെ നമ്മളാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മളിത് കണ്ട് പല കാഴ്ചകളും ഇങ്ങനെ കാണും. നമ്മളത് കണ്ട് ഭാരപ്പെടുമ്പോൾ, വചനം കേട്ട് കഴിയുമ്പോൾ വചനത്താൽ ഒരു ഭാവി നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഹല്ലേലൂയ. നിങ്ങൾ നോക്കി, ഞാൻ പറഞ്ഞു തരാം. ഈ ദാവീദ് രാജാവിനെ പറ്റി ഞാൻ ഇന്നാൾ പറഞ്ഞായിരുന്ന ഉദാഹരണം, അല്ലേ? ദാവീദിന്റെ മേൽ ദൈവികമായ അഭിഷേകം വന്നതിന് എന്നാ തെളിവ്? ശമൂവേൽ പ്രവാചകൻ വന്ന് ഇച്ചിരി എണ്ണ എടുത്ത് തലയിൽ ഒഴിച്ചു. എന്നിട്ട് പറയുകയാണ്, ദൈവം നിന്നെ ഇസ്രായേൽ രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഒരു രാജാവിനെ ഇച്ചിരി എണ്ണ മേടിച്ച് തലയിലോട്ട് തൂത്തു കഴിഞ്ഞാൽ ശരി, അത് അഭിഷേക തൈലമൊക്കെ ശരി, അതിലെ എണ്ണ തന്നെയാണ്, അഭിഷേക തൈലമാണ്. ഇത് തലയിലോട്ട് വീണപ്പോൾ തന്നെ കാട്ടിക്കിടക്കുന്ന, വിദ്യാഭ്യാസം കുറവുള്ള, അധികം പൊക്കമില്ലാത്ത സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ, അവിടെ വചനം പറയുന്നുണ്ട്, തന്റെ സഹോദരന്മാരെ കണ്ടപ്പോൾ തന്നെ ശമൂവേൽ ഞെട്ടിയതാ പറഞ്ഞത്. അത്രത്തോളം വലിയ പൊക്കവും മണ്ണും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെയാണ്, ഒരു രാജാവിന്റെ ക്വാളിറ്റി ഉള്ളവരായിരുന്നു. പക്ഷെ ദാവീദിന് അങ്ങനെയുള്ളൊരു വ്യക്തി അല്ലായിരുന്നു എന്ന് തന്നെയാണ് വചനം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇച്ചിരി എണ്ണ തലേ വീണ ഉടനെ എങ്ങനെ രാജാവാകുന്നത്? ഓർത്തേ, ഈ എണ്ണ വീണപ്പോൾ തന്നെ ദാവീദ് ചിന്തിക്കുവാൻ തുടങ്ങി. ദാവീദ് സ്വയം ചിന്തിക്കുവാൻ തുടങ്ങി, തൻ്റെ മേലൊരു രാജകീയ അഭിഷേകമുണ്ട്. ഓ ജീസസ്. ഈ അഭിഷേകത്തെ പറ്റി ചിന്തിക്കുവാൻ തുടങ്ങി. രാജകീയ അഭിഷേകമുള്ള വ്യക്തിയാണ് ഞാൻ, ദൈവത്തിന്റെ അഭിഷേകമുള്ള വ്യക്തിയാണ് ഞാൻ. അപ്പൊ അങ്ങനെയുള്ള ചിന്തകളിലേക്കാണ്. ഒരു മനുഷ്യനും മൃഗത്തിനെ പിടിച്ച് അതിനെ പുറകെ നടന്നൊരു സിംഹത്തെ വലിച്ചു കയറാൻ പറ്റത്തില്ല. പക്ഷെ ദാവീദിന്റെ മനസ്സിലായി, എൻ്റെ അകത്തൊരു ഫിസിക്കൽ സ്ട്രെങ്ത് വ്യാപരിക്കുന്നുണ്ട്.
താൻ തന്നെ തന്നെ ഇമാജിൻ ചെയ്യാൻ തുടങ്ങി. തന്നിലോണ്ടാണ് താൻ വലിയ ഗോലിയാത്ത്. അതിനു മുമ്പ് താൻ ഗോലിയാത്തുമാരെ മറിച്ചിട്ടൊന്നുമില്ല. താൻ പറയുന്നുണ്ട്, ഞാൻ സിംഹത്തെയും കരടിനെയൊക്കെ മറിച്ചിട്ടുണ്ട്. ഈ സിംഹവും കരടിയും ഗോലിയാത്തിന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുന്ന ഒരു കുഞ്ഞ് ആട് വരുന്നത് പോലെയാ. ഇയാൾ ഭയങ്കര അജാനബാഹുവാണ്. അപ്പൊ ഇതിനു മുമ്പേ മല്ലന്മാരെ മറിച്ചിട്ട ചരിത്രമില്ല. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ഇതിനു മുമ്പ് നിനക്ക് എന്നാ യോഗ്യത. അദ്ദേഹം പറഞ്ഞത്, ഞാൻ കാട്ടിലെ കരടീനെയും സിംഹത്തെയൊക്കെ പിടിച്ച ചരിത്രം എനിക്കുള്ളൂ. അപ്പൊ മല്ലന്മാരെ വീഴ്ത്തിയ ചരിത്രം എനിക്കില്ല. പക്ഷെ ഈ മല്ലനെ ഞാൻ വീഴ്ത്തും. കണ്ടോ? നമ്മളാണെ പറഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാം, യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമായിരിക്കും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെയൊക്കെയാ, ഒരു വിശ്വാസവും ഇല്ല. പക്ഷെ ദാവീദിന്റെ മനസ്സിൽ കണ്ട്, ഇവൻ വീഴും, ഇവൻ മറിയും, ഇവൻ പരാജയപ്പെടും, ഇവൻ എൻ്റെ മുമ്പിൽ തകർക്കപ്പെടും എന്ന് ദാവീദിന് സ്വന്തമായി കാണാൻ പറ്റും. ഇതാണ് വചനമകത്തുള്ളവൻ വിശ്വാസത്താൽ കാണണം. ക്രെഡിറ്റ്, ഞാൻ പറഞ്ഞല്ലോ, ആ വാക്ക് ഒന്ന് മനസ്സിൽ കുറിച്ചു. കടമെടുക്കണം. കടമെടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ ഇല്ല, പക്ഷെ എടുക്കുക, നമ്മൾ ക്രെഡിറ്റ് എടുക്കുക. ഹല്ലേലൂയ. അപ്പൊ ഈ ദിവസങ്ങളിൽ അതുകൊണ്ടാണ് നിങ്ങൾ എത്ര ബ്രദർമാരെ വിളിച്ച് പ്രാർത്ഥിച്ചവരല്ലേ. എനിക്ക് തോന്നുന്നത് ഇതിനകത്തുള്ള മിക്കവരും, എല്ലാവരും ഞാൻ പറയുന്നില്ല, ഒട്ടുമുക്കാലും ആൾക്കാർ നേരം വിളിക്കുമ്പോഴേ നമ്മൾ കാണുന്ന എല്ലാ പ്രെയർ ലൈനിലേക്കും വിളിച്ച് പ്രാർത്ഥന എഴുതിയിട്ട് അവരെ എല്ലാം വിളിച്ചിട്ട് എന്നെ മാറാതെന്നറിയാമോ? നിങ്ങളുടെ ഹൃദയം കലങ്ങി കിടക്കുക. ദ സ്പിരിറ്റ് വിത്ത് ഫിയർ പ്രവേശിച്ചിരിക്കുന്നു. അതിനെ ഓടിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. നിങ്ങൾ സ്വയം ആ പറയുന്ന വചനത്തിന്റെ അകത്ത്, മോള് പഠിപ്പം എല്ലാം മുടങ്ങി കിടക്കുക, എൻ്റെ ബ്രദർ എൻ്റെ വഴി മൊത്തം അടഞ്ഞു കാണ്. ആ മോളത് ഫിനിഷ് ചെയ്ത് മക്കൾ തലമുറ പഠിച്ചു മിടുക്കരായി നിങ്ങളുടെ കൺമുമ്പിൽ നിൽക്കുന്നത് കണ്ടുകൊണ്ട് വചനം പറയണം. പിശാച് അവന്റെ ഡ്യൂട്ടി ചെയ്യും. അവൻ നമ്മളെപ്പോലെ മടിയനല്ല, അലസനല്ല. അവന്റെ ഡ്യൂട്ടിയാണ് നിങ്ങളുടെ ഹൃദയത്തെ കലക്കുവാൻ വേണ്ടി നിങ്ങളെ കൊണ്ട് പലതും കാണിപ്പിക്കൂ അവൻ. അപ്പൊ നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കാന്ന് വെച്ചോ, ബ്രദർ എൻ്റെ മനസ്സിൽ മൊത്തം വരുന്നതെന്നറിയാവോ, എൻ്റെ കൊച്ച് നേരെയാകാത്ത ഒത്തിരി കാഴ്ച. കഴിഞ്ഞ ദിവസം സ്വപ്നം കണ്ടു, അവൻ വണ്ടി ഇടിക്കുന്നതൊക്കെ കണ്ടു. ബ്രദറെ കണ്ടോ? നിങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയമറിയും, അവരെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ വണ്ടി ഇടിച്ചു വീഴുന്നത് നിങ്ങൾ കണ്ടെങ്കിൽ അത് കാണിച്ചത് ദൈവമല്ല, അത് പിശാചാണ്. അത് കണ്ടിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉറപ്പിച്ചു, നിങ്ങളുടെ അകത്ത് വിശ്വാസത്തിന്റെ എല്ലാ വേരുകളും പോയിരിക്കുന്നു. പകരം നിങ്ങളുടെ ഹൃദയം കലങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ അകത്ത് വിശ്വാസം ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. വിശ്വാസം പ്രവർത്തിക്കുന്നുവെങ്കിൽ അങ്ങനെ ഒരു കാഴ്ച കണ്ടെന്നിരിക്കട്ടെ. അയ്യോ ബ്രദറെ, ഞാൻ പെട്ടെന്നൊരു കാഴ്ച കൊണ്ട് എൻ്റെ കൊച്ചു, ഞാൻ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ, പെട്ടെന്നൊരു കാഴ്ച കൊണ്ട് വണ്ടി ഇടിക്കുന്നു. അപ്പൊ ആരോ വന്നിട്ട്, അയ്യോ ഇത് പോരാട്ടവാ, അതിന്റെ പുറകെ പോകരുതേ. ഉടനെ പറഞ്ഞു, ഇല്ല, ഓരാനർത്ഥവും വരത്തില്ല, എൻ്റെ തലമുറ യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ പറഞ്ഞു. അത് കണ്ടുകൊണ്ടിരിക്കുവാന്നേ. അവൻ ബൈക്കെ പ്രാർത്ഥനയ്ക്ക് പോകുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. കണ്ടോ? അങ്ങനെ വേണം കാണാൻ. എന്നിട്ട് നിങ്ങൾ ആ ഇമാജിനേഷനെ നിങ്ങൾക്ക് ജീവൻ കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അകത്ത് വിശ്വാസത്തെ നിർജീവമാക്കരുത്. അതിനെ നിങ്ങൾ നശിപ്പിക്കുവാൻ ശ്രമിക്കരുതേ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ഇന്ന് കർത്താവിന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സമയം മുന്നോട്ട് പോയി. അപ്പൊ ഈ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചോണേ, നിങ്ങളുടെ ഹൃദയത്തെ, നിങ്ങളുടെ അകത്തിരിക്കുന്ന നന്മകളെ പുറത്തെടുക്കുക. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വചനം വെറുതെ പറയാതെ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലൊരു തത്തമ്മയെ മേടിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ സങ്കീർത്തനം 23 അതിനോട് പറയാൻ പറഞ്ഞാൽ നിങ്ങളെക്കാൾ പച്ചവെള്ളം പോലെ തത്തമ്മ പറയും. ആ തത്തയോ മൈനയോ ഒക്കെ നന്നായിട്ട് സംസാരിക്കും. 23 സങ്കീർത്തനം. പക്ഷെ അത് പറഞ്ഞതുകൊണ്ട് വല്ല ഗുണം തത്തമ്മയ്ക്കുണ്ടോ? അതിങ്ങനെ 23 സങ്കീർത്തനം, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല, നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. ഇതേപോലെ നമ്മുടെ വിശ്വാസികൾ പലരും. പക്ഷെ കാണണമേ, യഹോവ എനിക്ക് വേണ്ടി വഴി തുറക്കുന്നു. ശരിയാ, നമ്മൾ ചിലപ്പോഴൊക്കെ അവിശ്വാസമൊക്കെ പറയുമെന്ന്. ഈ അവിശ്വാസം പറയുന്നതിന്റെ കാരണം സാത്താൻ ഇട്ട ഇര നമ്മൾ പിടിക്കുന്നത് കൊണ്ടാണ്. അവൻ ഇട്ടതിനെ നമ്മൾ പിടിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ അവിശ്വാസം പറയുന്നത്. അപ്പോൾ ഉടനെ നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങളൊന്ന് കണ്ടാൽ മതി, ആ കണ്ണൊന്ന് അടച്ചേ, എന്നിട്ട് ആ വചനം എന്ന് പറഞ്ഞു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം, സങ്കീർത്തനത്തിൽ മറ്റു ഭാഗത്ത്, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. അപ്പൊ ഇത് പറയുമ്പോൾ തന്നെ ആ പറഞ്ഞു വെച്ച ചിട്ടി മുടങ്ങിയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് വായ്പ തരാന്ന് പറഞ്ഞ വ്യക്തി ഫോണിൽ മെസ്സേജ് അയച്ചു വാട്സാപ്പിൽ, ആ കാശിന് തരത്തില്ല കേട്ടോ.
അയ്യോ ബ്രദറെ, ആകെ പ്രതീക്ഷയായിരുന്നു, എല്ലാം പോയി. അങ്ങോട്ട് പോകരുതേ. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണെന്നറിയാവോ? ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം അനുഗ്രഹിക്കുന്ന തമ്പുരാനുണ്ട്. അപ്പം ഒരു വഴി അടഞ്ഞാൽ ബൈബിൾ പറഞ്ഞത് 7 വഴി അവൻ തുറക്കും. കണ്ടോ? അപ്പൊ ഇങ്ങനെ നിങ്ങളൊന്ന് ചിന്തിച്ചേ. എൻ്റെ തലമുറയിൽ ഏറ്റവും അനുഗ്രഹമായി നിങ്ങൾ വചനം പറയുക മാത്രം ചെയ്യാതെ വചനത്തിൻ്റെ അകത്ത് നിങ്ങൾ കാഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യാണ്. നിങ്ങൾ സ്റ്റക്കായിരിക്കുന്നു. ഇപ്പോൾ സത്യമല്ലേ ഞാനീ പറഞ്ഞ? സത്യമാണോ അല്ലയോ? ഞാനീ പറഞ്ഞ സത്യമാണോ അതോ വെറുതെ പറയുന്നതാണോ ബ്രദറെ? അങ്ങനെയാണ് നിങ്ങൾ ചിന്തിച്ചേക്കുന്നത്. ശരിയാണോ അല്ലയോ? അപ്പൊ നമ്മൾ സ്റ്റക്കായിരിക്കുന്നു. നമ്മൾ എവിടെയൊക്കെയോ സ്റ്റക്കായിരിക്കുന്നു. അതെവിടെയാണെന്നറിയാവോ? നിങ്ങളുടെ കാഴ്ചയുടെ മേഖലകളിൽ കട്ടായിരിക്കുന്നു. ബ്രദറെ, വേറൊരു തെളിവുകൊണ്ട് തരാവോ? പറയാം. എബ്രായ ലേഖനം 11-ാം വാക്യത്തിൽ പറഞ്ഞു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. കണ്ടോ? കാണാത്ത കാര്യങ്ങൾ കാണുന്നതാണ് വിശ്വാസം. അപ്പൊ വിശ്വസിച്ചുകൊണ്ട് കാണണം. എന്നുകൂടെ ഞാൻ പറയാം, വിശ്വസിച്ചുകൊണ്ട് കാണണം. ശതാധിപൻ വിശ്വസിച്ചു. യേശുവിനെ പറ്റിയുള്ള വാർത്ത കേട്ടു. അയാൾക്ക് ഉറപ്പായിരുന്നു ആ ബാല്യക്കാരൻ എണീക്കും. അതുകൊണ്ടാണ് യേശുവിനോട് പള്ളിപ്രമാണി പറഞ്ഞതുപോലെ പറഞ്ഞില്ല, കർത്താവെ ഓടിവായോ ഓടിവായോ, എൻ്റെ മകൻ, എൻ്റെ ബാല്യക്കാരൻ മരിക്കാറായി, ഓടിവാ എന്ന് പറഞ്ഞില്ല. പകരം അവൻ സൗഖ്യമാകും. കണ്ടോ? ഈ വാക്കുകൾ നിങ്ങളിൽ നിന്ന് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് വിശ്വാസം അകത്തു പ്രവർത്തിക്കുന്നുണ്ട്, ഹൃദയം കലങ്ങിയിട്ടില്ല. ചിലപ്പോൾ വിഷയം അവിടെ തന്നെ നിൽക്കുമായിരിക്കാം. പക്ഷെ വാ തുറന്നാൽ, ബ്രദറെ എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പം അതും ഇതൊന്നും വരുന്നില്ല ബ്രദറെ, ഞാൻ പണ്ട് അതും ഇതുമൊക്കെ പറയുമായിരുന്നു, പക്ഷെ ഇപ്പം എൻ്റെ ഉള്ളത്തിൽ എനിക്കറിയത്തില്ല, ഭയങ്കര പ്രത്യാശയുടെ വാക്കുകളൊക്കെ വരുക. അങ്ങനെയൊക്കെ ആരെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രിയരെ, ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അകത്ത് വിശ്വാസം പ്രവർത്തിക്കാൻ തുടങ്ങി. കൂടുതൽ കാണുക. അത് പറഞ്ഞ് അവസാനിപ്പിക്കാവേ. ഈ കാണുന്നത് കൊണ്ട് എന്താണ് ഇത് സംഭവിക്കുന്നത്? കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് കലക്കം മാറും, ഹൃദയം തെളിയും. ഹൃദയം തെളിയുമ്പോൾ അവിടെ വിശ്വാസം പ്രവർത്തിക്കുവാൻ തുടങ്ങും. വിശ്വാസം പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ അകത്തേക്ക് അത്ഭുതങ്ങൾ വരുവാൻ ഇടയായിത്തീരും. ഇപ്പൊ അത്ഭുതങ്ങൾ ബ്ലോക്കായി നിൽക്കുന്നു. അകത്ത് അനുഗ്രഹത്തിന്റെ വചനം കിടപ്പുണ്ട് നിധി പോലെ, പക്ഷെ ഇത് പ്രവർത്തിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ദോശയ്ക്കുള്ള മാവ് കലക്കി വെച്ചിട്ടുണ്ട്, അത് പുളിച്ചു പൊങ്ങുന്നില്ല. അത് പുളിച്ചു പൊങ്ങുന്നില്ല എങ്കിൽ നിങ്ങൾ ചേർത്തതിൻ്റെ അകത്ത് എവിടെയോ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടല്ലേ? ചിലപ്പോൾ നിങ്ങൾ അത് പുളിച്ചു പൊങ്ങാൻ വേണ്ടിയുള്ള ഏതോ ഒരു സംഭവം നിങ്ങൾ മറന്നുപോയി. വെറുതെ മാവ് കലക്കി വെച്ചിരിക്കുക, അതുകൊണ്ടത് പുളിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ അകത്തോട്ട് അതിന് വേണ്ട പുളിപ്പിന് വേണ്ടത് പ്രവർത്തിക്കുന്നില്ല. അപ്പം ഇനി മുതൽ നിങ്ങൾ വചനം പറയുമ്പോൾ ഒന്ന് കണ്ണടയ്ക്കണം. കണ്ണടച്ചുകൊണ്ട് വചനം പറഞ്ഞിട്ട് അതും ഇതുമൊക്കെ പിശാചു കൊണ്ട് കാണിക്കും. അവൻ കുറേ അത് കണ്ടിട്ട് ചിലട്ട് കരയും, ബ്രദറെ എനിക്ക് അറിയത്തില്ല ബ്രദറെ, അതങ്ങ് ശരിയാകുന്നില്ല. ശരിയാകാത്തതിൻ്റെ കാരണം നിങ്ങളുടെ ഹൃദയം കലങ്ങിയത് കൊണ്ടാണ്. കലങ്ങി കിടക്കുന്ന ഹൃദയത്തെ ഒന്ന് തെളിക്കണമെങ്കിൽ ഒന്ന് കണ്ടാൽ മതി. ഇനി കാണാൻ പറ്റാത്ത ഒരു മാനസിക അവസ്ഥയിലാണ് നിങ്ങളെന്ന് വിചാരിച്ചു, ബ്രദർ എനിക്ക് അതിന് പോലും ഒരു മാനസികാവസ്ഥയില്ല. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിശുദ്ധ ആത്മാവേ എൻ്റെ മനസ്സിനെ ശക്തീകരിക്കണം. എനിക്കറിയാം എൻ്റെ ദൈവം അത്ഭുതം ചെയ്യും, പക്ഷെ എനിക്കിപ്പോൾ വിശ്വസിക്കാനോ ബ്രദർ പറഞ്ഞതുപോലെ കാണാനോ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ബ്രദർ പറഞ്ഞപ്പോൾ വളരെ ഈസിയാണ്, പക്ഷെ ബ്രദറെ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് കാണാൻ പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര പാടാണ്. അവിടെ നിങ്ങൾക്ക് സഹായം ആവശ്യമാണ്. നിങ്ങളുടെ മനസ്സിനെ ശക്തീകരിക്കുവാൻ സഹായിക്കുന്ന ഒരേ ഒരു വ്യക്തി പരിശുദ്ധ ആത്മാവാണ്. ഉടനെ പറ, പരിശുദ്ധാത്മാവേ എനിക്ക് ഇമാജിൻ ചെയ്യുവാൻ പറ്റുന്നില്ല, വിശ്വാസത്തിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, എന്നെ ഹെൽപ്പ് ചെയ്യണമേ. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നറിയാവോ? നമ്മുടെ മനസ്സിനെ സ്ട്രെങ്തൺ ആക്കി മാറ്റും. എങ്ങനെയെന്നറിയാവോ? അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൻ്റെ അകത്തൊരു തണുപ്പുണ്ടാകും. നിങ്ങൾ പയ്യെ പയ്യെ ദൈവാത്മാവ് നിങ്ങളെ കാണിക്കും. കേട്ടോ? അപ്പം അങ്ങനെ പറ്റാത്തവർ, അതായത് ഒട്ടും പറ്റാത്തവർ, ദൈവാത്മാവ് സഹായിക്കും. ദൈവാത്മാവ് സഹായിക്കുമ്പോൾ ശ്രദ്ധിച്ചോണേ, കൂടുതൽ അത് ഫോക്കസ് ചെയ്യണം ആ പ്രാർത്ഥന. പരിശുദ്ധാത്മാവേ എനിക്കിപ്പം മനസ്സ് തകർന്നിരിക്കുന്നു, എന്നെ സൗഖ്യമാക്കണമേ.
എൻ്റെ മനസ്സിനെ ശക്തീകരിക്കണമേ, എൻ്റെ മനസ്സിനെ ബലപ്പെടുത്തണമേ, എൻ്റെ ചിന്തകളെ പണിതെടുക്കണമേ, എൻ്റെ ചിന്തകൾക്കകത്ത് മുഴുവനും വചനത്താലുള്ള അത്ഭുതത്താൽ എന്നെ നിറയ്ക്കണമേ. അപ്പോൾ നിങ്ങൾ അത്ഭുതങ്ങളിലേക്ക് പ്രവേശിക്കും. നന്ദി കർത്താവേ. എൻ്റെ കൂടെ ഇന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് യേശുവേ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ കണ്ണടച്ച്, എന്നിട്ട് ആ വേദനയുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് കണ്ണടച്ചിട്ട് ആ രോഗം നിങ്ങളുടെ മനസ്സിലൊന്ന് കണ്ടേ. അത് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്നാ ചെയ്യാൻ വേണ്ടി പോകുന്നത്? അതൊന്ന് കണ്ടേ, ഇപ്പം കണ്ടേ. ബ്രദറെ, അത് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബ്രദറെ, അതൊക്കെ മാറ്റിവെക്ക്. ഒന്ന് കണ്ടേ, ഒരു നിമിഷം ഒന്ന് കണ്ടേ. ആ രോഗം മാറിയിട്ട് നടക്കുന്നത്, ആ മൈക്ക് മേടിച്ചിട്ട് ബ്രദർ എനിക്കൊരു സാക്ഷ്യമുണ്ട്, എനിക്കൊരു സാക്ഷ്യം ഉണ്ടെന്ന് പറയുന്നത്, പലയിടങ്ങളിൽ പോയി സാക്ഷ്യം പറയുന്നത് ഒന്ന് കണ്ടേ. ആ ശരീരത്തിലെ മുഴകൾ ഇപ്പോൾ അപ്രതീക്ഷമാകുക. ഓ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ അടിവയറ്റിൽ വേദനകൾ സൗഖ്യമാകുക. എന്തോ അകത്തിങ്ങനെ കുത്തുന്നത് പോലെ ചില അനുഭവങ്ങൾ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ആ ഭവനത്തിൽ ആ ഒരു പെൺകുട്ടീനെ കർത്താവ് എന്നെ കാണിക്കുക. ആ പെൺകുട്ടീനെ അമ്മു എന്നാണ് വിളിക്കുന്നത്, പക്ഷെ അതിൻ്റെ ശരിക്കുമുള്ള പേര് ഗായത്രി എന്നാണ് കാണിക്കുന്നത്. അതിൻ്റെ ഫോട്ടോ അവിടെയുണ്ട്. അതിൻ്റെ ആ ഒരു കുടുംബത്തിൽ ആ ഒരു മകളെ, അതിൻ്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ അവിടെയുണ്ട്. പക്ഷേ ഈ വലിയതായുള്ള ഫോട്ടോ ഞാൻ കാണുന്നില്ല. ചെറുപ്പത്തിലെ ഒരു ഫോട്ടോ ഞാൻ കാണുവാണ്. ആ ഫോട്ടോ ഞാൻ കാണുന്നത് ഒരു കല്യാണത്തിന് മുമ്പ് എടുത്തൊരു ഫോട്ടോ. അതായത് കല്യാണം, ഏതോ ഒരു കല്യാണത്തിന് പോകുന്നതിന് മുമ്പ് ചില ആഴ്ചകൾക്ക് മുമ്പ് എടുത്തൊരു ഫോട്ടോയാണത്. ഓ യേശുവേ, ഇന്ന് ആ മകളെ കർത്താവ് തൊടുന്നു എന്ന് പറയുന്നു. ആ മകളുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇന്ന് എന്നെ കേൾക്കുന്നത്, ആ മകളെയും കുടുംബത്തെയും ദൈവം തൊടുവാണ്. നിങ്ങളുടെ നിരാശകളെ ദൈവം അത്ഭുതമാക്കി തീർക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. ഇന്ന് സൂമിലാണ് ആ ഭവനം ഇന്ന് എന്നെ കേൾക്കുന്നുവെങ്കിൽ, പ്രത്യേകിച്ച് ലൈവിലാണെങ്കിൽ, സൂമിലോ ലൈവിലോ ആണെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് ആ കുടുംബം സ്വീകരിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, വലിയൊരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഇന്നവിടെ പെരുകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരം പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? അല്ല എങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്തു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ശരീരത്തിൻ്റെ മേൽ സിസ്റ്ററെ സൗണ്ട് മൈക്ക് മ്യൂട്ട് ചെയ്തേ. അല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ ശരീരത്തിൻ്റെ അകത്തോട്ട് ഇപ്പം സൗഖ്യം ഒന്ന് ചെക്ക് ചെയ്തേ. നിങ്ങളുടെ ശരീരത്തിൽ ഒന്ന് കൈവച്ചിട്ടൊന്ന് കണ്ടേ. യേശുവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഒന്ന് കൈവച്ച്. നമുക്ക് സൗഖ്യം നമ്മുടെ അവകാശം. ഈ രോഗമൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഒന്നും ദൈവത്തിൻ്റെ പ്ലാൻ അല്ല കേട്ടോ. പിശാചിൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുന്നവരല്ല നമ്മൾ. അവൻ്റെ പ്രവൃത്തികളെ ചവിട്ടി മെതിക്കുവാൻ അഭിഷേകമുള്ളവരാ നിങ്ങളെല്ലാവരും. ഒന്ന് കൈവച്ച് എന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്ത്. തോളിൻ്റെ അവിടുന്ന് ചില വേദനകൾ ഇപ്പോൾ സൗഖ്യം. കുറേ നാളായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. ആ ഒരത്തിൻ്റെ അവിടെയാണ് വേദന മൊത്തം. ജോയിൻറ്റിൻ്റെ അവിടെ അസ്ഥിക്കകത്തുള്ള പ്രശ്നങ്ങൾ അതൊക്കെ ഇപ്പോൾ സൗഖ്യമാകുക. കൈ എടുത്ത് വെച്ചു. എന്നിട്ട് കൈയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ അടിപ്പിണരാൽ ഇപ്പോൾ സൗഖ്യം വന്നിരിക്കുന്നു. ഓ യേശുവേ, അത്ഭുത സൗഖ്യം നടക്കുക. വേദന വിട്ടുമാറുക. പൂർണ്ണ സൗഖ്യത്തിലേക്ക് കൽപ്പിച്ചാക്കുന്നപ്പ നന്ദി യേശുവേ. അത്ഭുത സൗഖ്യത്തിന് നന്ദി കർത്താവേ. താങ്ക് യു ജീസസ്. വേദന വിട്ടുമാറുന്നല്ലോ, അത്ഭുതം നടക്കുന്നല്ലോ. ആമേൻ. ഇനി കൈ ഒന്ന് കറക്കി നോക്കിക്കേ. ആ കൈയൊക്കെ ഒന്ന് കറക്കി നോക്കിക്കേ. സൂമിലും യൂട്യൂബിലും ഒക്കെ കേൾക്കുന്ന രോഗികളായിട്ട് ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈയൊക്കെ ഒന്ന് കറക്കിക്കേ. സൗഖ്യം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് ചെക്ക് ചെയ്തേ. പൂർണ്ണ സൗഖ്യം അനുഭവിക്കുന്നവർ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ, അല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യങ്ങൾ ഇന്ന് നിങ്ങളുടെ അവകാശമായി ക്രൂശിലൂടെ സ്വർഗം തുറന്നിരിക്കുക. അത്ഭുത സൗഖ്യങ്ങൾ നമ്മുടെ അവകാശമാണ്.
രോഗശക്തികളെ തകർക്കുന്ന സൗഖ്യം. ഓ, യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്നുള്ളത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞത്, ഒരു രഞ്ജിനി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുക. ആ രഞ്ജിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 25 എന്ന് പറയുന്ന ഒരു ഡേറ്റ് കർത്താവ് എന്നെ കാണിക്കുക. കുടുംബത്തിൽ ആരോവുമായിട്ട് ബന്ധപ്പെട്ട് 25 കലണ്ടറിൽ 25 എന്നൊരു ഡേറ്റും കൂടെ എന്നെ കാണിക്കുവാണ്. ഇന്ന് ആ കുടുംബത്തിൻ്റെ അകത്ത് ആ ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ, കൃപ വ്യാപരിക്കുന്നല്ലോ. ആ തടസ്സമായി നിൽക്കുന്ന വിഷയങ്ങൾ ഇപ്പോൾ തന്നെ നീങ്ങി മാറട്ടെ. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ പ്രവേശിക്കട്ടെ. പ്രതിസന്ധികൾ നീങ്ങട്ടെ. പ്രതികൂലങ്ങൾ ഇപ്പോൾ ആ കുടുംബം വിട്ട് മാറിപ്പോവട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശു ജീവിക്കുന്നത് കൊണ്ട് കർത്താവിന്റെ കൂടെ ഞങ്ങളും ജീവിക്കുന്നല്ലോ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. യേശുവിന്റെ നാമത്തിൽ റോഷൻ എന്നു പേരുള്ള ഒരു തലമുറയെ ദൈവം തൊടാൻ വേണ്ടി പോകുന്നത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ റോഷനെ ദൈവം തൊടും. ചില ബന്ധങ്ങൾക്കകത്തുനിന്നും ദൈവം അവനെ വിടുവിക്കും. അവന്റെ ജീവിതത്തിൽ സമാധാനത്തിന്റെ അന്തരീക്ഷങ്ങളെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. റോഷന്റെ ഭവനം ഇന്ന് എന്നെ കേൾക്കുന്നുവെങ്കിൽ സ്വീകരിച്ചോണെ. വലിയൊരു സാക്ഷ്യം സ്വർഗം തുറക്കാൻ വേണ്ടി പോവാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവേ, ഇന്ന് ഈ നിമിഷം തന്നെ കർത്താവെ അങ്ങയുടെ അത്ഭുതകരമായ പ്രവർത്തികൾ തുറക്കട്ടെ. ഇപ്പോൾ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവിന്റെ കൃപ വ്യാപരിക്കുന്നില്ല അപ്പ. പ്രതിസന്ധികൾ കുടുംബങ്ങളിൽ നിന്നും മാറിപ്പോട്ടെ. അത്ഭുതം പറഞ്ഞു. അവന് വേണ്ടി പ്രത്യേക ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണേ. കർത്താവ് അവനെ ചില ബന്ധങ്ങൾക്കകത്തു നിന്നും വിടിവിക്കാൻ വേണ്ടി പോവാണ്. അവൻ ചില കുരുക്കാൻ നോക്കുന്ന ബന്ധങ്ങളിൽ നിന്നും കർത്താവ് അവനെ വിടിവിക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവിന്റെ കൃപ വ്യാപരിക്കുന്നല്ലോ. ഓ നന്ദി യേശുവേ. ഞാനൊരു കാലപ്പഴക്കം ചെന്ന ഒരു വിഷയത്തെ കർത്താവ് തൊടാൻ വേണ്ടി പോവാം. ഒരു 18 വർഷത്തെ പഴക്കം കർത്താവ് എന്നെ കാണിക്കുന്നു. ഞാനൊരു ഒരു ഒരു ഭവനത്തിൻ്റെ അകത്ത് ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്നൊരു കാഴ്ച, ഈ ഒരു ആ വീട് നിൽക്കുന്ന സ്ഥലത്ത് നിന്നും കുറച്ചു മാറി, അതായത് ഇറങ്ങി നടന്നാൽ ഒരു 15 മിനിറ്റ് നടന്നാൽ ഒരു തോടുണ്ട്. അതായത് 6 തോടൊക്കെ നമുക്കറിയാമല്ലോ, തോട്. അത്രയും ദൂരം ഉണ്ടായിരുന്ന ഒരു വീട് കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ആ വീടിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് തമ്പി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ 18 വർഷം മുമ്പുള്ള ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുന്നത്. തമ്പി എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്ഥലം കർത്താവ് എന്നെ കാണിക്കുന്നു. ആ വീട് ഫ്രണ്ട് വശം, അതിൻ്റെ ആ കാലഘട്ടത്തിൽ അതിൻ്റെ മുമ്പ് വശത്ത് ഇങ്ങനെ കാട് പിടിച്ചെടുക്കുന്ന ഒരു അവസ്ഥയൊക്കെയായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, അത്രയും സമയം നടന്നാൽ ഒരു തോടുണ്ട്. ഞാൻ ആ ഭവനത്തെ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഭവനത്തിൻ്റെ അകത്ത് ഈ തമ്പി എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട്, ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കയറിക്കൂടിയ ഒരു വിഷയം. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കാലപ്പഴക്കം ചെന്ന ആ വീടും സ്ഥലവും നിങ്ങൾ വിറ്റു. പക്ഷെ വിറ്റിട്ടും പുറകെ കൂടിയിരിക്കുന്ന ചില വിഷയങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വിട്ടുമാറുകയാണ്. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണെ. കാലപ്പഴക്കം ചെന്ന വിഷയങ്ങൾ, ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് കയറിക്കൂടിയത് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അതിനെ റിലീസ് ചെയ്യുന്നപ്പ. കർത്താവിൻ്റെ കൃപ വ്യാപരിക്കുന്നല്ലോ. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ സിന്ധു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം എന്നുള്ളതിൽ പറയുക. സിന്ധുവിന് വേണ്ടി ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. സിന്ധു എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഉള്ളതിൽ കർത്താവ് പറയുന്നു. ഞാൻ സിന്ധുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ആ ഉദരത്തിൻ്റെ അകത്ത് വലിയൊരു വിടുതൽ കർത്താവ് ചെയ്യുന്നു എന്നതിനുള്ളതിൽ പറയുക. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ എം എന്ന് പറയുന്ന ഒരു അക്ഷരം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. എമ്മിൽ തുടങ്ങുന്ന ഒരു പേര് ഞാൻ ആ കുടുംബത്തിൽ ഒരാൾക്ക് വേണ്ടി കണ്ടുകൊണ്ടിരിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ വ്യക്തിയെ കർത്താവ് പറഞ്ഞു. സിസ്റ്ററെ, അവന് വേണ്ടി പ്രാർത്ഥിച്ചു.
ഇങ്ങനെ ടെസ്റ്റ് പറ്റി പറയാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. വിസ വന്നിട്ടില്ല. വിസ വരുമ്പോ പറയും ബ്രദറാണ് ഞങ്ങൾക്ക് പിന്നെ ഇതിനെല്ലാം ബലം തന്നത്. എന്നിട്ട് 2-3 ദിവസമായിട്ട് ബ്രദർ എനിക്ക് പിന്നെ വയറ് സാധ്യത വന്നിട്ട് അവിടെ വലതുസൈഡായിട്ട് ഭയങ്കര കുത്തി വേദന. അപ്പൊ ഇവന് പോവാനുള്ള മറ്റു കാര്യങ്ങൾ അവന്റെ അവിടെ അക്കോമഡേഷൻ ഒന്നും നോക്കിയിട്ടില്ല. അതിന്റെ പൈസയുടെ വിഷമം എല്ലാം കൂടെ ആയിരുന്നു. എനിക്ക് പറഞ്ഞില്ല, കർത്താവിന്റെ അടുത്ത് മാത്രമേ ഞാൻ പറയാൻ പറ്റാമെന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇപ്പൊ പിള്ളേർ പ്രാർത്ഥിച്ചപ്പോ ഞാൻ അത് ഏറ്റു. എന്നിട്ട് മനുവിന്റെ ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. ഇന്ന് കർത്താവ് വിഷയത്തോട് ധൈര്യമായിട്ടിരിക്കുക. അതൊരു അത്ഭുത സാക്ഷ്യമായിട്ട് കർത്താവ് മാറ്റും കേട്ടോ. ദൈവത്തിന്റെ വലിയ പ്രവർത്തിക്കായിട്ട് സ്വർഗം വേർതിരിക്കുക. നന്ദി യേശുവേ. വലിയൊരു സാക്ഷ്യമാകാൻ വേണ്ടി പോവാ. ഒരു തടസ്സത്തിനും നമ്മുടെ നന്മയെ തടയുവാൻ കഴിയത്തില്ല. പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കാനാണ് യേശു വന്നിരിക്കുന്നത്. നന്ദി കർത്താവേ, നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവെ, അങ്ങയുടെ വലിയ പ്രവർത്തിക്കായിട്ട് നന്ദി പറയുന്നപ്പ. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു വ്യക്തിയുടെ സ്വപ്നം ഇങ്ങനെ എന്നെ കാണിക്കുവാണ്. ആ സ്വപ്നത്തിൻ്റെ അകത്ത് ഞാൻ കാണുന്നൊരു കാഴ്ച നിങ്ങൾ പണ്ട് എവിടെയോ ഒരു വീഡിയോയിലൂടെ കണ്ടതാണ്. ഈ പഴയ പൊളിഞ്ഞ് കിടക്കുന്നത് പോലെ, അപ്പോൾ അത് പൊളിഞ്ഞ് കിടക്കുന്നത് പറഞ്ഞാൽ പഴയ ഒരു ഇല്ലം പോലത്തെ ഒരു സ്ഥലമാണ് കാണുന്നത്. ഭയപ്പെടുത്തുന്ന ചില കാഴ്ചകൾ, ഭയങ്കരമാകുന്ന കാറ്റടിക്കുന്നതും അവിടെ നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നതുമായിട്ടുള്ള ഒരു കാഴ്ച നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങളത് കണ്ടത് എവിടുന്ന് ഒരു വീഡിയോയിൽ നിന്നാണ് കുറേ കാലം മുമ്പ്. പക്ഷെ സ്വപ്നത്തിലൂടെ ഒന്നല്ല, പലതവണ അത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ വലിയൊരു ഭയപ്പാട് നിങ്ങളുടെ ഉള്ളത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ആ ഭയത്തിലൂടെ നിങ്ങളെ മാനസികമായി തകർക്കാൻ നോക്കുന്ന എല്ലാ നുഖങ്ങളെയും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളിത് പ്രാർത്ഥിക്കുമ്പോൾ മകളുടെ ഉള്ളത്തിൽ കയറിയിരിക്കുന്ന എല്ലാ ഭയങ്ങളെയും ഞങ്ങളിപ്പോൾ ബ്രേക്ക് ചെയ്യുന്നു. പറഞ്ഞു സിസ്റ്ററെ. വേദനയായിരുന്നു സിസ്റ്റർക്ക് വയറ്റില്? കൈവച്ചു സിസ്റ്റർ. യേശുവിൻ്റെ നാമത്തിൽ ആ സ്കാനിങ് അത്ഭുത സാക്ഷ്യമാക്കി ദൈവം മാറ്റും. യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ കർത്താവിൻ്റെ മുറിവ് നമുക്ക് ഫ്രീ ആയിട്ട് സൗജന്യമായി സൗഖ്യം നമ്മുടെ കൺമുമ്പിലുണ്ട്. അത് നമ്മുടെ അവകാശമാണ്. കർത്താവ് എന്ന പ്രിയമകളെ അനുഗ്രഹിക്കുന്നു, സാക്ഷ്യമായി തീരുന്നുള്ളൂ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവ്, ഞങ്ങൾ ഈ നിമിഷം അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. എൻ്റെ ഉള്ളത്തിൽ കർത്താവ്, ഞാനിങ്ങനെ ഒരു വ്യക്തിയെ ഇങ്ങനെ വിളിക്കുന്നതായിട്ട് കേൾക്കും. ഈ ശ്രീകുട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരാളിങ്ങനെ വിളിക്കുന്നതായിട്ട് ഞാൻ കേൾക്കുവാണ്. ആ വിളിക്കുമ്പോൾ തന്നെ ഞാൻ കാണുന്നൊരു കാഴ്ച, ഒരു ഓട്ടോറിക്ഷയിൽ ഒരു യാത്രയാണ് ഞാൻ കാണുന്നത്. ഞാൻ ആ യാത്രയ്ക്കകത്ത് ഞാൻ കാണുന്നൊരു കാഴ്ച, ആ വണ്ടിക്കകത്തിരുന്നുകൊണ്ട് നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ചില കാഴ്ചകൾ ഞാൻ കാണുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഉള്ളത്തിൽ പറയുന്നു, നിരാശകളെ ദൈവം മാറ്റും. കർത്താവിനോട് പറയുന്നു, ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും കോശം ഭവനത്തിൽ വെളിപ്പെടാൻ വേണ്ടി പോവാം. താങ്ക് യു ജീസസ്. കർത്താവ്, ഇന്ന് ശരീരത്തിൽ ചില കരിയാതെ നടക്കുന്ന മുറിവുകൾ ഇപ്പോൾ സൗഖ്യമാകുക. ആ മുറിവുകൾ സൗഖ്യമാകുമ്പോൾ തന്നെ ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് അസ്ഥികളുടെ മേൽ, ഞരമ്പുകളുടെ മേൽ, ശരീരത്തിൻ്റെ മുഴുവൻ അവയവങ്ങളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ പ്രിയമക്കളെ കലക്കുന്ന രോഗബന്ധനങ്ങൾ, രോഗശക്തികൾ, രോഗത്തിൻ്റെ ദുരാത്മാക്കൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ദിവ്യ സമാധാനം നിറയട്ടെ, സൗഖ്യം നിറയട്ടെ, അത്ഭുതകരമായ പ്രവൃത്തികൾ ഉണ്ടാകട്ടെ. ഈ നിമിഷം കർത്താവെ, പൂർണ്ണ സൗഖ്യത്തെ കൽപ്പിക്കുന്നപ്പ, പൂർണ്ണ വിടുതലിനെ കൽപ്പിക്കുന്നപ്പ, യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. സാക്ഷ്യമുള്ളവർക്ക് പറയാനുള്ള സമയമാണ്. അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഈ സുവിശേഷം മുഴുവൻ ജനങ്ങളും അറിയുവാൻ വേണ്ടിയാണ് നമ്മൾ വിതയ്ക്കുന്നത്. നമ്മൾ ഈ വിതയ്ക്കുമ്പോഴൊരു കാര്യം ഓർത്തോണം, ഞാൻ ഈ സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി അനേക ഇടങ്ങളിൽ കർത്താവിൻ്റെ സുവിശേഷം എത്തണം. അതിനായി ഞാൻ വിതയ്ക്കുന്നു. കർത്താവ് അതിനെ സാക്ഷിയാക്കി മാറ്റും. ഞാൻ വിതച്ചവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജോലിയിൽ, ബിസിനസ്സിൽ, എവിടെ ആയിക്കോട്ടെ, നിങ്ങളുടെ ദശാംശങ്ങൾ, നിങ്ങളുടെ വിതകളൊക്കെയും അനുഗ്രഹമാക്കി മാറ്റും ദൈവമുണ്ട്. വിതയ്ക്കുന്നവനെ കൊയ്യുവാൻ കഴിയത്തുള്ളൂ. ഈ വചനത്താൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. വാരി വിതറി കൊടുക്കുവാൻ നന്മ നിറയട്ടെ. എല്ലാ സാമ്പത്തിക കുരുക്കുകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. കൊടുക്കൽ വാങ്ങലുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ നഷ്ടങ്ങളിൽ എടുത്തുമാറ്റി നന്മയായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.
ഗോഡ് ബ്ലസ് യു. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ പ്രാർത്ഥന വിഷയല്ലേ. പറഞ്ഞു. ഒരു മിനിറ്റ് സിസ്റ്റർ. ഓക്കെ, ഒരു മിനിറ്റ് സിസ്റ്ററെ. ഈ സമയത്ത് നിങ്ങൾ ഒരേ ആലോചന ഒരേപോലെ വന്നവര് എടുത്തു പറയണ്ട. ഈ സമയത്ത് സാക്ഷ്യമുള്ളവര് പറഞ്ഞാട്ടെ. പ്രാർത്ഥനാ വിഷയം നിങ്ങൾ ഈ സമയത്ത് പറയരുത്. സാക്ഷ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ ഒരാൾ പറയുമ്പോൾ മറ്റൊരാളെ മ്യൂട്ട് ചെയ്യുവേ. പറയാനുള്ളവരൊന്ന് വെയിറ്റ് ചെയ്യണേ. പറയാതെ പോകരുത്. നിങ്ങളുടെ സാക്ഷ്യം വിലപ്പെട്ടതാണ്. പറഞ്ഞു. ഞാനിപ്പം എനിക്ക് സാക്ഷ്യം പറയാറുണ്ട്. ഞാനിപ്പോ പ്രേയർ കേട്ടോണ്ടിരുന്നപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എക്സാം എഴുതിയായിരുന്നു ആറിന്റെ. ഞാനിപ്പം മിനിഞ്ഞാന്ന് തന്നെ എഴുതിയത്. ഞാനിപ്പോ ബ്രദറിനെ വിളിച്ചു. ബ്രദർ പറഞ്ഞു ചെക്കിനകത്ത് ഏജ് എക്സാം പാസ് ആവും പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. ബ്രദർ പറഞ്ഞായിരുന്നു എക്സാം ഞാൻ ഡേറ്റ് എടുത്തു കഴിഞ്ഞപ്പോഴും ബ്രദറിന്റെ മെസ്സേജ് അയച്ചായിരുന്നു. എനിക്ക് അതിനെ പറ്റി പ്രേയർ അറ്റൻഡ് ചെയ്യുന്നുണ്ടപ്പോൾ എന്റെ മനസ്സ് പറഞ്ഞു. ആമേൻ. എനിക്ക് വന്ന മിനിഞ്ഞാന്ന് വിളിച്ചാണ് സിസ്റ്ററെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് പ്രവർത്തിച്ച വലിയ ജയത്തെ നന്ദി പറയുന്നു. ഇനിയും മുന്നോട്ട് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നന്മയായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു സിസ്റ്ററെ. ദൈവം അത്ഭുതമാക്കി മാറ്റി സിസ്റ്ററെ. നമ്മൾ ആ വ്യക്തിയെ പ്രതീക്ഷിക്കേണ്ട. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ആ വ്യക്തി നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാക്കി ദൈവം മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു. പറഞ്ഞു. അത് വീണ്ടും അതിന് കൈവച്ച് പ്രാർത്ഥിച്ച് ജസ്റ്റ് ആ വലിയ വേദന മാറ്റിയ ദൈവത്തിന് കുഞ്ഞു വേദനയെ മാറ്റാൻ നിമിഷം മതി. കൈവച്ചിട്ട് പറ, കർത്താവേ അങ്ങനെ സൗഖ്യം ആക്കിയതിന് നന്ദി എന്ന് തന്നെ പറഞ്ഞു. ആ ചെറിയ വേദനകൾ ഇവിടുന്ന് മാറിപ്പോക്കോളും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് തൊട്ടതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. 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 ഏറ്റെടുത്ത സിസ്റ്ററെ കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റും കേട്ടോ. പറഞ്ഞു. പറഞ്ഞു.
ഏതാ കിട്ടുന്നത്? തീർച്ചയായിട്ടും കർത്താവ് അത് സാക്ഷിയാക്കി ദൈവം മാറ്റുമല്ലോ. ബലം കൊടുത്ത കൃപയ്ക്ക് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു. എന്തു പറഞ്ഞു? ആ. ഉം. 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 അപ്പോൾ ഞാൻ കണ്ടു ഭയങ്കര ആമസോൺ കമ്പനിയിൽ കണ്ട് പ്രാർത്ഥിച്ച് താൻ രണ്ടിന്റെ കണ്ട പ്രകാരം എന്നോട് സംയുക്തമായി നിങ്ങളുടെ വചന ഈ ആമസോൺ കമ്പനി കണ്ട് ആമേൻ. ഇത് വലിയൊരു അത്ഭുതമാണ് പ്രിയ സഹോദരി പറഞ്ഞത്. മകൻ പഠിച്ച സ്കൂളിന്റെ അല്ലെ, അത് സിസ്റ്റർ ഈ കാര്യങ്ങൾ വല്ലോ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഈ മോൻ പഠിച്ച സ്കൂൾ ഒന്നും പഠിച്ചിട്ടില്ല അല്ലേ? പറഞ്ഞിട്ടില്ല. ആ സ്കൂളിന്റെ പേരും അവൻ പറഞ്ഞതെല്ലാം വെളിപ്പെടുത്തി കർത്താവ്. അത് ദൈവം അവന് വലിയൊരു വഴി തുറന്നു. അത് വലിയൊരു ഭാവി അവനെ അടയ്ക്കാൻ നോക്കിയ പിശാചിന്റെ തന്ത്രമാണ് തമ്പുരാൻ അത് ഊട്ടി ഉറപ്പിച്ച് അത്ഭുതമാക്കി മാറ്റിയിരിക്കുന്നത്. ഇത് വലിയൊരു മുഖാന്തരമാണ്. അവിടുന്ന് ദൈവം അവനെ മാനിച്ച് രാജ്യങ്ങളുടെ ഡോറ് തുറക്കും കേട്ടോ. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ. വലിയൊരു സാക്ഷിയാക്കി. ദൈവത്തിന്റെ മഹത്വം കാണുമെന്നാണ് വാക്യം പറയുന്നത്. ആമേൻ. തീർച്ചയായിട്ടും ഇതൊരു അത്ഭുതം. ആമേൻ. ഇത് വലിയൊരു അത്ഭുതത്തിന്റെ സാക്ഷ്യമായിട്ട് കർത്താവ് മാറ്റും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ്. കർത്താവ് അനുഗ്രഹിക്കും. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? പറഞ്ഞു. പറഞ്ഞു. ഏറ്റെടുത്തു സിസ്റ്ററെ. കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പോട്ടോ. അത് ഏറ്റെടുത്തു സിസ്റ്ററെ. പ്രാർത്ഥിച്ചോണേ. കർത്താവെ ഞാൻ അത്ഭുതത്തെ സ്വീകരിക്കുന്നു പറഞ്ഞ ആലോചനയുടെ വലിയൊരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാ ദൈവം കേട്ടോ. ആമേൻ. അത് കണ്ടുകൊണ്ട് സിസ്റ്ററെ ആമേൻ പറഞ്ഞുകൊണ്ടിരുന്നോണം വചനം ദൈവം അതേപോലെ തന്നെ സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. പറഞ്ഞു. ഞാൻ ഇന്നലെ ഞാൻ വെച്ച ഒരു സാധനം നോക്കാവുന്ന അടിച്ചു വാരിയില്ല. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി കഴിയുന്നവരെ ഞാൻ അതെന്താന്ന് കിട്ടിയില്ല. ഞാൻ പറഞ്ഞാൽ എന്റെ കർത്താവിന്റെ അച്ഛൻ പറഞ്ഞേട്ടെ ഇത് സാധനം കിട്ടണമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് മകൾ വന്നപ്പോൾ മകൾ അത് നോക്കി അത് 7 ആകുമ്പോഴത്തേക്ക് അത് കിട്ടി. അതിന്റെ സാക്ഷ്യമാണ് ഞാൻ അവിടെ പറഞ്ഞു. നന്ദി കർത്താവെ, അങ്ങ് തുറന്ന വഴിക്ക് നന്ദി പറയുന്നു. അത്ഭുതമാക്കി നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. പറഞ്ഞു. പൂർണ്ണമായിട്ടും മാറി. ആമേൻ. കർത്താവെ കഴുത്തിനെ സൗഖ്യമാക്കി ഇറക്കി നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. പറഞ്ഞു. വിട്ടുമുറിക്കുന്ന പോലുള്ള വേദനയായിരുന്നു. പക്ഷെ ഞാൻ ഒരു ഇങ്ങനെ ഗ്യാസിന്റെ ഗുളിയൊക്കെ സാധാരണ കഴിച്ചു കഴിഞ്ഞാണ്. ഇന്നലെ ഞാൻ അപ്പൊ കുട്ടികളാണ് എനിക്ക് കഴിക്കുന്നത്. ഞാൻ എന്നെ ചെയ്തു
ഒരു കല്ല് വചനമെടുത്ത് വായിക്കൊണ്ടിട്ട് എന്റെ അടുക്കള എനിക്ക് സൗഖ്യപ്പെട്ടു. ഞാൻ നിന്നോട് വെള്ളം എടുത്ത് കുടിച്ചിട്ട് എനിക്ക് നിന്റെ അടുക്കള കപ്പാന്റെ അടുത്താണ് ഞാൻ സൗഖ്യമായി എന്ന് പറഞ്ഞിട്ടാണ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്റെ പുറമേടെ പോയി ആമേൻ. ഇത് നല്ലൊരു സാക്ഷ്യം തന്നെയാണ് സൗരി പറഞ്ഞത്. ആ വചനം എടുത്ത് ഒരു മരുന്ന് ഭക്ഷിക്കുന്നത് പോലെ പറഞ്ഞിട്ട് വെള്ളം എടുത്തും കുടിച്ചു. ഒരു ആക്ഷനാണ്. ഞാൻ പറഞ്ഞല്ലോ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജ്ജീവമായിരിക്കുന്നത് പോലെ നമ്മൾ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസത്തിനെ ചലിപ്പിക്കുവാനും പറഞ്ഞു കേട്ടില്ലേ, സാധാരണ മരുന്ന് കഴിച്ചാൽ പോലും മാറാത്തതാണ്. പക്ഷെ വിശ്വാസാൽ വചനം എടുത്ത് വായിട്ടതുപോലെ വെള്ളം കുടിച്ചതുപോലെ ആക്ഷൻ കാണിച്ചു. ആ നിമിഷം തന്നെ ആ വേദന മാറി. നല്ലൊരു കാര്യമാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആക്ഷനുകളെ കൂടെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ ചില ഉറപ്പുകളിലൂടെ അത്ഭുതങ്ങളിലേക്ക് പ്രവേശിക്കും. ഗോഡ് ബ്ലസ് യു സൗരി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. ആ ഉം. ഇപ്പൊ കുഴപ്പമില്ല. കർത്താവെ, ആമേൻ. കർത്താവ് അവന്റെ ബുദ്ധിമുട്ടുകളെ മാറ്റിയ കുഞ്ഞിനെ സൗഖ്യമാക്കിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. ദൈവം കൊടുത്ത വിടുതലിന് നന്ദി. ആ വിശ്വാസം കൊടുത്ത കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞു. ജോലിക്ക് പോയി 12 മണിയാകുമ്പോഴത്തേക്ക് പോയി വേദന കൊണ്ട് സൈക്കിൾ ചെയ്യാൻ ഞാൻ പോയിരുന്നു. അവനിവിടെ വന്ന് ഞാൻ കിടക്കുമായിരുന്നു. പിന്നെ കുറെ നേരം ഞാൻ ബൈബിളൊക്കെ എടുത്ത് വായിച്ചു. ഇച്ചിരി ഭേദമായി ഇരിക്കുമ്പോഴാണ് കഴിയുന്നത്. ഈ പ്രാർത്ഥനയിൽ കൂടിയപ്പോൾ ബ്രദർ ഇതുപോലെ പറഞ്ഞായിരുന്നു, നെഞ്ചിനകത്ത് വേദന പ്രാർത്ഥിക്കാൻ സാധിച്ചു. ഞാൻ നെഞ്ചിന് കൈ വെച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ ഞായറാഴ്ചത്തെ പ്രാർത്ഥനകൾ കഴിക്കുകയാണ് വേദന കിട്ടി മാറിയത്. ഇപ്പൊ പൂർണ്ണമായിട്ട് മാറിയോ? ആമേൻ. കർത്താവെ അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന് അധികാരമുള്ള എന്നിട്ട് അവിടുന്ന് ഈ വേദനയുള്ള ഭാഗത്തു നിന്നൊക്കെ ഈ കഫം പോലെ ഈ പിന്നെ ഇങ്ങനെ വരുന്നുണ്ട്. അതെന്തോന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര ഏമ്പക്കോ ഇങ്ങനെ ബ്രദർ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയുമ്പോ, വേദന ഉള്ളിടത്തൊക്കെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയുമ്പോ അങ്ങ് ഛർദ്ദിക്കാൻ വരും. ഓർക്കാനോ അവിടെ നിന്ന് കുഞ്ഞങ്ങ്. എന്നിട്ട് ഈ പദം പോലെ ഇങ്ങനെ വരുന്നുണ്ട് അതൂടെ. ഇപ്പൊ ബുദ്ധിമുട്ടില്ലല്ലോ സിസ്റ്ററെ? അത് അന്നുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ തിങ്കളാഴ്ച ഉണ്ടായിരുന്നു. അത് വന്നു കഴിഞ്ഞ് ഞാൻ പദം പോലെ 2-3 പ്രാവശ്യമായിട്ട് പോയിട്ട് ഒത്തിരി ഏമ്പക്കവും പോയി. അങ്ങ് ഭയങ്കര ഓർക്കാനുവാ. പിന്നെ എനിക്ക് അങ്ങ് ഛർദ്ദിക്കാൻ വരും. വയറ്റിൽ നിന്ന് എന്തോ ഉരുണ്ട് കയറി ഇങ്ങനെ വന്നിട്ട് അത് ഛർദ്ദിച്ചു പോകത്തില്ല. എന്തായാലും കർത്താവ് ഇപ്പൊ ആ വേദന എല്ലാം മാറി, വേദന മാറി. ആമേൻ. കർത്താവ് അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു. പ്രിയ, അവര് പറഞ്ഞ പോലെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ആ ഉദരത്തിന്റെ അകത്തുനിന്നും ശരീരത്തിലേക്ക് എല്ലാ ബുദ്ധിമുട്ടുകളെ മാറി അനർത്ഥം വിട്ടൊഴിഞ്ഞ കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദർ. പറഞ്ഞു. 3-4 ദിവസം മുമ്പ് ബ്രദർ പറഞ്ഞായിരുന്നു ജർമ്മനിയിൽ ഒരു വ്യക്തിക്ക് അത്ഭുതകരമായൊരു ഡോക്യുമെന്റ് കിട്ടാൻ പോകുന്നു. അപ്പൊ മോള് എക്സാം എഴുതിയിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ ചെന്നപ്പോൾ അത് ഇവിടുന്ന് പോയി ഒരുപാട് ദൂരെ പോകണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ബ്രദർ അത് പറഞ്ഞതിന്റെ പിറ്റേന്ന് അവർ വിളിച്ച് പറഞ്ഞു സർട്ടിഫിക്കറ്റ് ഇവിടെ തന്നെ ഉണ്ടെന്ന്, അടുത്ത് തന്നെ ഉണ്ട്, എക്സാം എഴുതിയ സ്ഥലത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് കിട്ടി. മോള് തന്നെ പറഞ്ഞു അതിശയായിരിക്കുന്നു. ആദ്യം അവര് ഇല്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ അത് കിട്ടി. ഇത് വലിയൊരു സാക്ഷ്യമാണ് പ്രിയ സഹോദരി പറഞ്ഞത്. ചെറിയ കാര്യമല്ല. കാരണം വെച്ചാല് കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചപ്പം ജർമ്മനിയിൽ
ജർമ്മനിയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ജർമ്മനിയിലുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി അല്ലേ ഒരു ഡോക്യുമെന്റുമായിട്ട് അതെ ബന്ധപ്പെട്ട അതെ ദൈവം ഒരു അത്ഭുതം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പ്രവചനം ദൈവാത്മ വെളിപ്പെടുത്തിയായിരുന്നു. സൗരി പറഞ്ഞത് മോൾ അവിടെ പോയി തിരക്കിയ സമയത്ത് അത് പോയെന്ന് അവർ കൺഫേം ചെയ്തതാണ്. പക്ഷെ നിരാശപ്പെട്ടു വരുന്നു. പക്ഷെ ആ ദൈവിക ആലോചന ഏറ്റെടുത്തതിന്റെ പിറ്റേ ദിവസം അല്ലേ അവരിങ്ങോട്ട് അതെ വിളിച്ചിട്ട് അതെ പറഞ്ഞത് ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ എന്ന് വെച്ച് പോയെന്ന് പറഞ്ഞ പേപ്പർ അവിടെ കറങ്ങി വന്നു. നമുക്ക് ആ പറഞ്ഞ പോലെ തന്നെ വലിയ ദൂരം യാത്ര ചെയ്യേണ്ട കേസായിരുന്നു. പക്ഷേ ദുഷ്ടന്റെ ആശ നശിച്ചു പോകും, അവൻ പല്ലി കടിച്ചുരുകിപ്പോകും. ദൈവം തന്റെ പ്രവചന ആലോചനയാൽ അതിനെ അത്ഭുതമാക്കി കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് ഇനിയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. നന്ദി യേശുവേ. ബ്രദറെ പറഞ്ഞു. ബ്രദറെ ആ പിന്നെ എന്റെ സഹോദരന് കുറച്ച് സ്ഥലം കിടപ്പുണ്ടായിരുന്നു ബ്രദറെ. അത് വിറ്റ് പോവാനായിട്ട് ഒത്തിരി വർഷം കൊണ്ട് ശ്രമിക്കുന്നു, പറ്റുന്നില്ല. എന്റെ സഹോദരന്റെ ചേച്ചി ഈ പ്രാർത്ഥനയിലുള്ളതാണ്. ചേച്ചിയുടെ വീടിന്റെ പ്രമാണം വെച്ച് ലോൺ എടുത്തിട്ടുണ്ട് ബ്രദറെ. അത് ജപ്തി നോട്ടീസിൽ ഇരിക്കുകയാണ്, ജപ്തിയായിട്ട് ഇരിക്കുന്നു. ഇന്ന് 30-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു ഇവര് വന്ന് കുറ്റിയടിക്കാനായിട്ട്. അങ്ങനെ ഞാൻ സ്മിത സിസ്റ്ററെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചതിന് അന്ന് തന്നെ രണ്ടുപേരും ഭാര്യയും ഭർത്താവും വന്നു സ്ഥലം കണ്ടു ഇഷ്ടപ്പെട്ടു പോയി. പക്ഷേ അവര് തിരിച്ച് മറുപടി ഇതുവരെയും വന്നിട്ടില്ല ബ്രദറെ. വേണ്ടി എന്റെ കർത്താവ് ഇടപെടണം. ജപ്തിയിലായിരിക്കുന്ന ഒരു കർത്താവ് അത് സിസ്റ്റർ ഇന്ന് കണ്ടതുപോലെ തന്നെ, ഇന്ന് പറഞ്ഞതുപോലെ തന്നെ കേട്ടോണം, കണ്ടോണം. അത് ജപ്തി പോകത്തില്ല. അത്ഭുതം നടക്കുന്നതും നിങ്ങൾ അവിടെ കയറി താമസിക്കുന്നതും കണ്ടുകൊണ്ട് ഈ ദിവസങ്ങളിൽ പറഞ്ഞോണം. അത് പറയുകയല്ല, കാണുകയും കൂടെ ചെയ്യണം. അതങ്ങനെ തന്നെ കർത്താവ് ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും സാക്ഷ്യമുള്ളവരുണ്ടോ? പ്രാർത്ഥനാ വിഷയമല്ല, സാക്ഷ്യമുള്ളവരുണ്ടോ? പറഞ്ഞു പറയാനുണ്ട്. പറഞ്ഞു പറഞ്ഞു. ഇടത്ത് മാറിന്റെ ഉള്ളിൽ ഒരു വേദന വന്ന് അപ്പൊ കൈവച്ച് പ്രാർത്ഥിക്കാൻ വേദന മാറി. എത്ര ദിവസമുള്ള വേദനയായിരുന്നു സിസ്റ്റർ അത്? തിരുമ്പ് തുടങ്ങിയതാ. ഞാനിങ്ങനെ കൈ പൊക്കി അവിടെ കോല് വെച്ചൊന്ന് അടിച്ച് അപ്പൊ ഒരു പെട്ടെന്ന് ഒരു വേദന അങ്ങോട്ട് വന്നു. പ്രാർത്ഥിച്ച പൂർണ്ണമായിട്ട് അത് മാറി. മാറി. ആമേൻ. കർത്താവേ അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി അപ്പ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? സാക്ഷി പറഞ്ഞോട്ടെ ബ്രദറെ. പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു. ഹലോ, പറഞ്ഞു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ ദൈവസന്നിധിയിൽ സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞ് 14-ാം തീയതി എനിക്കൊരു ചെക്കപ്പ് ഉണ്ടായിരുന്നു. ബ്ലഡ് ഷുഗറിന്റെ പെട്ടെന്ന് അതിന്റെ അളവ് കുറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറെ കാണാനായിട്ട് ഞങ്ങൾ പോയപ്പോഴത്തേക്കും ഡോക്ടർ BP ഒക്കെ നോക്കിയപ്പോൾ വളരെ ഹൈ ആണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് BP ഇല്ല വാസ്തവത്തിൽ. ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഉള്ള പ്രയാസമാണെന്ന് പറഞ്ഞു. ഡോക്ടർ എന്നെ മോണിറ്റർ ചെയ്യാൻ 2 ആഴ്ച കഴിഞ്ഞ 14-ാം തീയതി മുതൽ 28-ാം തീയതി വരെ ബ്ലഡ് ഷുഗർ, ബ്ലഡ് പ്രഷർ എല്ലാം മോണിറ്റർ ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. എല്ലാം ചെയ്ത് ഞാൻ ദൈവവചനത്തിൽ ഉറച്ചു നിന്നു. ദൈവം എന്നെ വിടുവിക്കുമെന്നുള്ള ആ സാക്ഷി ഞാൻ പറയുമെന്നുള്ള ദൈവം 28-ാം തീയതി പോയപ്പോഴേ ദൈവം എല്ലാം ബ്ലഡ് ടെസ്റ്റുകൾ എഴുതി തന്നിരുന്നു. എല്ലാം നോർമലായിരുന്നു. LDL മാത്രം ബോർഡർ കവിഞ്ഞ് കുറച്ച് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിനൊരു ഗുളികയും പിന്നെ എനിക്ക് ഒരു കാൽഷ്യം ടാബ്ലറ്റും തന്നിട്ട് ഇനി അടുത്ത 2 ആഴ്ച കഴിഞ്ഞ് ടെസ്റ്റുകൾ വീണ്ടും ചെയ്തിട്ട് കൊണ്ട് ചെല്ലാനായിട്ട് പറഞ്ഞു. ദൈവം ചെയ്ത അത്ഭുതത്തിന് ഞാൻ നന്ദി പറയുന്നു. ദൈവവചനത്തിലും നന്ദി കർത്താവ്. ഇനിയും ആ വചനം അങ്ങ് പറഞ്ഞോണം. ദിവ്യ ആരോഗ്യം. ഇനി ഡോക്ടർ തന്നെ പറയും ഇനി ഒരു മരുന്നും വേണ്ട. ഇപ്പൊ ഈ കണ്ടതൊരു സൈനാണ്. ഡോക്ടർ തന്നെ പറയും ഇനി ഒരു മരുന്നും വേണ്ട എന്ന് പറയാൻ തക്കവണ്ണം ഇടയായത്തിൽ അങ്ങനെ തന്നെ പറഞ്ഞോണം. ഞാനത് കേൾക്കും, ഡോക്ടർ അത് പറയും, ഞാനത് അനുഭവിക്കും തന്നെ പറഞ്ഞുകൊണ്ട് പൊക്കോണം. ദൈവം അത് സാക്ഷിയാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ, പറഞ്ഞു. എന്റെ പേര് സുചിതാമണി എന്നാണ്. ഞാൻ കുവൈറ്റിൽ നിന്നാണ് സംസാരിക്കുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ മാസം ഈ മാസം 12-ാം തീയതി ഞാൻ നാട്ടിൽ പോയായിരുന്നു. യാത്രയിലൊക്കെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. തിരിച്ചും 12-ാം തീയതി ഞാൻ വന്നു.
ഇച്ചിരി വെയിറ്റ് വന്നു. അത് അന്ന് വന്നതിലും ദൈവം എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ എന്റെ മകൾക്ക് ഇപ്പം ജനറൽ നഴ്സിംഗിന് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പോവാനായിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് ചോദിച്ചപ്പോ കിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമായിരുന്നു. സിസ്റ്ററെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്ന് മുതൽ കണ്ടോണം. ഹോസ്പിറ്റലിൽ മോൾക്ക് അഡ്മിഷൻ കിട്ടി, മോള് യൂണിഫോം ഇട്ടുകൊണ്ട് പഠിക്കാൻ പോകുന്നത് കണ്ടുകൊണ്ട് കർത്താവ് അത് അത്ഭുതം ചെയ്തതിനായ സ്തുതി കണ്ടുകൊണ്ടത് പറഞ്ഞു. മോൾ അവിടെ പഠിക്കാൻ പോയിരിക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷിയുള്ളവര്? ബ്രദറെ, പറഞ്ഞു. എന്റെ തൊണ്ടയ്ക്ക് ബ്രദറ് ആണെങ്കിൽ രോഗികൾക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പം എന്റെ തൊണ്ടയ്ക്ക് അസ്വസ്ഥത ഉണ്ടായിരുന്നു. ഒരാഴ്ചയായിട്ട് അസ്വസ്ഥതയുണ്ട്. ആദ്യത്തെ ദിവസവും പിന്നെ പറയുമ്പോഴെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇനി ഡോക്ടറെ കാണാൻ പോകത്തില്ല, ഇതുമൂലം എന്റെ യേശുപ്പച്ചി എനിക്ക് സൗഖ്യം തന്നിരിക്കുന്ന ഞാൻ സ്വതന്ത്രം ചെയ്യുന്നു പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇന്ന് എനിക്ക് പൂർണ്ണ സൗഖ്യം ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര അസ്വസ്ഥത ഉണ്ടായിരുന്നു. തൊണ്ടയ്ക്ക് ഭയങ്കര പൊട്ടൽ പോലൊക്കെ എനിക്ക് ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു. ഒത്തിരി ഗ്ലാൻഡിനും തൈറോയിഡിനും പരിപൂർണമായിട്ട് മാറി. സ്വത്രം. കർത്താവെ അങ്ങ് സൗഖ്യമാക്കി വെക്കുകയെന്ന്. തൈറോയിഡിന്റെ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു അല്ലേ? തൈറോയിഡിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതും കർത്താവെ അങ്ങ് വിടിവിച്ച കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് വിടിവിച്ചല്ലോ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? വേഗത്തിൽ പറഞ്ഞാട്ടെ സാക്ഷിയുള്ളവര്. ഹലോ ബ്രദറെ, ഞാൻ പറഞ്ഞു. ജർമ്മനിയിലെ സർട്ടിഫിക്കറ്റ് കിട്ടിയ കാര്യം പറഞ്ഞപ്പോ ഒരു കാര്യം പറഞ്ഞില്ല. മോക്ക് ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു. അതും പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ്. ആമേൻ. കർത്താവൻ കൊടുത്ത അത്ഭുതകരമായ ആ സാക്ഷ്യത്തിന് ഇനിയും ആ രാജ്യത്ത് ഫലം കഴിക്കും കേട്ടോ. മോളോട് പറയണം, പ്രതീക്ഷിച്ചോണം, പ്രാർത്ഥിച്ചോണം. എന്തായാലും കർത്താവിന്റെ കൃപയാല് ബ്രദർ ജർമ്മനി വരുമ്പോൾ കാണാന്ന് പറയാം കേട്ടോ. ശരി, ഓക്കെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു. 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 സാക്ഷിയല്ല, എനിക്ക് മോൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ബ്രദർ. മോള് കാനഡയിലാണ് സൈക്കോളജി മാസ്റ്റേഴ്സ് പഠിക്കാനായിട്ട് അഡ്മിഷൻ വേണ്ടി കൊടുത്തിട്ട് കുറേ നാളായി. ഇതേവരെ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒന്നും വന്നിട്ടില്ല. അങ്ങനെ വെയിറ്റ് ചെയ്ത് അവള് മാനസികമായിട്ട് വിഷമമായിട്ട് ഇരിക്കുന്നു ബ്രദർ. അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് അത് അത്ഭുതമാക്കി തീർക്കുന്ന ഇന്ന് മുതൽ പറഞ്ഞത് പരിശുദ്ധാത്മാവേ പ്രിയ മകളുടെ മനസ്സിനെ കണ്ടുകൊണ്ട് പറഞ്ഞോണം, മനസ്സിനെ ബലപ്പെടുത്തുന്ന കൃപയ്ക്ക് പരിശുദ്ധാത്മാവെ മകളുടെ ഉള്ളത്തെ നിറച്ച കൃപയ്ക്ക് അങ്ങനെ തന്നെ പരിശുദ്ധാത്മാവിന്റെ ആശ്രയത്തിൽ പ്രാർത്ഥിച്ചോണം. വലിയ സാക്ഷ്യമായിട്ട് ദൈവം മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാക്ഷ്യം നമുക്ക് ഒരുമിച്ച് പറഞ്ഞു. പറഞ്ഞു. ഓഗസ്റ്റ് മാസം 6-ാം തീയതി ഒരു സാക്ഷ്യം പറഞ്ഞിരുന്നു. ഒരു ജൂലിയ എന്ന് പറഞ്ഞൊരു വ്യക്തിനെ ജീവിതത്തെ സ്പർശിക്കുന്നു. അപ്പം ഞാനിപ്പം നോക്കുന്ന ഒരു 65 വയസ്സുള്ള ഒരു സ്ത്രീ. അപ്പൊ അവർക്ക് ഇങ്ങനെ മാനസികമായി അവര് നല്ലൊരു നോർമൽ വ്യക്തിയായിരുന്നു. ഇവിടെ HDFC ബാങ്കിന്റെ മാനേജറൊക്കെ ആയിരുന്നു. അതിനുശേഷം 65 വയസ്സിന് ശേഷം അവർക്ക് പിന്നെ അവരുടെ കാലാവധി ഡ്യൂട്ടി കഴിയുന്നുണ്ട്. പിന്നെ ഇത് നോക്കി അവരെ എടുക്കത്തില്ലല്ലോ. അതിനുശേഷം അവർ വീട്ടിൽ കുത്തിയിരിപ്പായി. അങ്ങനെ മാനസികമായി ഒത്തിരി മെന്റൽ അങ്ങനെ ഒരു ഇതിൽ കൂടെ കടന്നു പോവായിരുന്നു. അപ്പൊ എനിക്ക് അവിടെ ഡ്യൂട്ടി എനിക്ക് കിട്ടി. അപ്പം ഞാൻ സിസ്റ്ററെ ക്ലിയർ അല്ല, നെറ്റ്വർക്ക് നോർമൽ ആണ്. പക്ഷെ എങ്കിലും വന്നില്ല അവര് ഈ മെന്റൽ മെഡിസിൻ കേക്കാവോ ബ്രദറെ? മെന്റൽ മെഡിസിൻ വരെ പറഞ്ഞു. അവിടം വരെ കേട്ടു. മെന്റലിന്റെ മെഡിസിൻ ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അവര്. അപ്പൊ ഇതെല്ലാം കഴിക്കുന്ന കാരണം കൊണ്ട് എപ്പോഴും ഇങ്ങനെ ഓവർഡോസും മെഡിസിനും ഇങ്ങനെ അവർക്ക് കുറയാതെ വരുമ്പോ അവരിങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ ഉറങ്ങി ഇങ്ങനെ ഇരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ ചെല്ലുമ്പോഴെല്ലാം ഇങ്ങനെ വചനം അവർക്ക് ബ്രദർ പറഞ്ഞ വചനം എല്ലാം അവരുടെ ബുക്കിലെല്ലാം എഴുതി കൊടുത്ത് എന്നും അവരെ കൊണ്ട് ഞാൻ അത് പറയിപ്പിക്കുകയും ഞാൻ അവരുടെ തലേ കൈ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ ഈ അടുത്ത ദിവസം ബ്രദർ ഇങ്ങനെ ഓഗസ്റ്റ് 16-ാം തീയതി ഒരു പ്രവചനം പറഞ്ഞു, ഒരു ജൂലിയെ ടച്ച് ജീവിതത്തെ സ്പർശിക്കുന്നുവെന്ന്. അപ്പൊ ഞാനത് അവരോട് ചെന്ന് പറഞ്ഞു. അവരിവിടെ മാതാവിനെയൊക്കെ പ്രാർത്ഥിക്കുന്ന ഇവിടുത്തുകാരിയാ. അപ്പം അത് പറഞ്ഞപ്പോ അവർക്ക്
അവർക്ക് അത്ര വലിയ വിശ്വാസമില്ല. അവരുടെ അനിയത്തി ചേട്ടത്തി ഉണ്ട്, അവരോടും പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കണം, ഞാനും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം അവരെ നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടർ എന്നെ മാറ്റിയവര്, കാരണം അവർക്ക് റിക്കവർ ആവുന്നില്ല എന്ന് കണ്ടിട്ട് അവർ മാറ്റിയിട്ട് വേറൊരു ഡോക്ടറെ ഇപ്പം കാണിച്ചു മിനിഞ്ഞാന്ന്. അപ്പൊ അവര് നോക്കിയിട്ട് പറഞ്ഞു ADHD ആണ്. അതായത് എന്തോ ഒരു ഇതുകൊണ്ട് അവർക്ക് ഇങ്ങനെ പെട്ടെന്ന് ഒരു ഇത് വന്ന ഡിഫിക്കൽട്ടി അറ്റൻഷൻ പോലുള്ള ഒരു സംഭവം വന്ന അവരുള്ള ഇങ്ങനെയുള്ള മെഡിസിൻ എല്ലാം കഴിച്ച് ഇപ്പം പുതിയൊരു ഡോക്ടറിന്റെ അടുത്ത് പോയി അവർ പുതിയ മെഡിസിൻ എല്ലാം സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അവർക്കെല്ലാം വലിയ പ്രതീക്ഷയോടെ ഇരിക്കുക. ബ്രദർ ഇങ്ങനെ ഒരു സാക്ഷ്യം ഞാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ 16 ഇങ്ങനെ ദൈവം ഇങ്ങനെ പ്രവചിച്ചാന്ന് പറഞ്ഞ് അവരുടെ മുറിയിൽ അങ്ങനെ ഞാൻ എഴുതി ഒട്ടിച്ചു വെച്ചിട്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു എപ്പോഴും അവർക്ക് നോക്കി പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞു. അവർക്ക് ഭയങ്കര ഒരു പ്രതീക്ഷയോടെ എല്ലാവരും ഇരിക്കുന്നു. ബ്രദറെ അവർക്ക് അതിശയമാണ് ഇതൊക്കെ. തീർച്ചയായിട്ടും സിസ്റ്റർ, അത് വലിയൊരു സാക്ഷ്യമാക്കി മാറ്റും. ദൈവം ആലോചനയിൽ വിശ്വസ്തനാണ്. ദൈവം തന്റെ ആലോചന കൊണ്ട് നമ്മൾ ഉറപ്പിക്കും. നമ്മൾ വിശ്വാസാൽ പറഞ്ഞോണം, ആ വ്യക്തി കണ്ടോണം, ആ വ്യക്തി നോർമലായി മാറുന്നതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ ഇരുന്നോണം. ദൈവം അത് അത്ഭുത സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ആമേൻ. മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. പറഞ്ഞു പറയാൻ വേണ്ടിയാണോ വന്നേ? പറഞ്ഞു പറഞ്ഞു ഹലോ, കേൾക്കുന്നുണ്ട്. പറഞ്ഞു ആന്റി, പറഞ്ഞു. ബ്രദറെ, ഞാൻ 2-3 ദിവസം മുമ്പ് ഞാൻ വിളിച്ചിരുന്നു. അപ്പൊ എന്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു. ബ്രദർ പറഞ്ഞായിരുന്നു അവന് വലിയൊരു അത്ഭുതമായ സാക്ഷിയായിട്ട് ദൈവത്തിന് തീരും. അവനിപ്പോ എറണാകുളത്താണ്. ഒരു ജോലിക്ക് വേണ്ടി അവന് വളരെ മനസ്സ് കുറവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഒന്ന് പോകാനായിട്ട് ചെറുതായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ച തൊട്ട് അവർ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പുള്ളി അങ്ങോട്ട് പൂർണ്ണമായ ഒരു വിടുതൽ അവന് കിട്ടാനായിട്ട് കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റി. സിസ്റ്റർ, ഇന്ന് കേട്ട വചനം വീണ്ടും ഒന്നുകൂടെ കേൾക്കുക, അതേപോലെ തന്നെ പ്രാർത്ഥിക്കുക. വലിയൊരു സാക്ഷ്യമായിട്ട് കർത്താവ് അത് മാറ്റും. ദൈവം അത്ഭുതങ്ങളുടെ